അഴുക്കിൽ പുതഞ്ഞ പുഴുക്കൾ വമിക്കുന്ന ഒരു അഴുക്കുചാലാണ് സൈബർ ഭൂമികയുടെ മിക്ക പ്രദേശങ്ങളും നേരത്തെ അറിയാവുന്നതാണെങ്കിലും ഇത്ര കണ്ട് വൃത്തികെട്ടതാണ് ആ മേഖല എന്ന് ബോധ്യപ്പെടുത്തിയതിന് ബോച്ചയ്ക്ക് നന്ദിയുണ്ട്. ആ പുരാണം പറഞ്ഞ കുന്തിദേവി വർത്തമാനമൊക്കെ ചെറുത്, എന്നെ കുഞ്ഞുങ്ങൾ കേൾക്കുന്നുണ്ടെങ്കിൽ ഒന്ന് മാറ്റി നിർത്തണം, പറയാതിരിക്കാനാവില്ലത് കൊണ്ടാണ്, ക്ഷമിക്കണം. ഈ അടുത്ത കാലത്താണ് ഏതോ ഒരു ഓൺലൈൻ ചാനൽ ഒരു ടീനേജുകാരി പെൺകുട്ടി ഒരു ക്രിസ്മസ് ട്രീ പോലെയുള്ള ഫാൻസി വസ്ത്രമാണ് വേഷം, കണ്ടപാടെ മുണ്ടും ചട്ടയും ഇട്ട് സ്നേഹം കൊണ്ട് ലോകം കീഴടക്കാൻ ഇറങ്ങിയ വ്യവസായിയുടെ സംശയം, ഈ വസ്ത്രത്തിന് സിബുണ്ടോ? ഉണ്ടെന്ന മറുപടിയിൽ സംശയം തീരാത്ത ബിസിനസ് കൺഗ്ലോമറേറ്റിന്റെ അടുത്ത ചോദ്യം, ഊരിക്കാണിക്കാമോ? മ്യൂച്വൽ കൺസെന്റ് ഇല്ലെങ്കിൽ സ്വകാര്യമായി പോലും ചോദിക്കാൻ പാടില്ലാത്ത പന്നവർത്താനം ആരെ പേടിക്കാനെന്ന അഹങ്കാരത്തിൽ പരസ്യമായി ഓക്കാനിച്ചു വെക്കലാണ്. മറ്റൊരു ചാനൽ, മറ്റൊരു പെൺകുട്ടി ചോദ്യം, ഈ വെള്ളയും സ്ഥിരമായിട്ടാൽ ബോറടിക്കില്ലേ? ദാ വരുന്നു മറുപടി, എന്താ ഊരണോ? ഉളുപ്പില്ലാതെ മുഖത്ത് നോക്കി വൃത്തികേട് പറയുമ്പോൾ ചെവിക്കല്ല് തീർത്ത് കൊടുക്കണ്ട, നിർത്തടോ തന്റെ മര്യാദകേട് എന്നുറപ്പോടെ പറയാൻ പോലും പാങ്ങില്ലാത്ത വൾണറബിൾ പെൺകുട്ടികളോടാണ് അശ്ലീലത്തിന്റെ വിളവറക്കൽ. ദ്വയാർത്ഥമൊന്നുമല്ല, നേരിട്ടാണ് വെറിപൂണ്ട വാക്കുകൾ. 7 വെള്ളത്തിൽ കുളിച്ചാൽ തീരാത്ത നാറുന്ന അഴുക്കിന്റെ എപ്പിസോഡുകൾ ഒന്നും രണ്ടുമല്ല, ഒരു ഡേർട്ടി പരമ്പര. ആ സൈബർ സ്പേസിലല്ല, പൊതുവിടത്തിൽ ആവർത്തന വൃത്തികേടിൽ ഗതികെട്ട് കേരളം അറിയുന്ന ഒരു അഭിനേത്രി പരാതിയുമായി പോകുമ്പോൾ മാത്രമാണ് ഇതൊക്കെ അറിയുന്നതെങ്കിൽ, വൈകൃത വാക്കുകളുടെ തമ്പുരാനായി ഇക്കാലം അത്രയും അയാൾ നിർബാധം അശ്ലീലം പറഞ്ഞെങ്കിൽ കേരള പോലീസിന് ഉണ്ടെന്ന് പറയുന്ന സൈബർ സെല്ലിന്റെ കണ്ണിലെന്താ കുരുവാണോ? പ്രായം പോലും നോക്കാതെ ശരീരത്തിൽ കണ്ണും നട്ട് വൃത്തികേട് പറഞ്ഞ അയാൾ തനിച്ചല്ലതൊരു മനോഭാവമാണ്. രാഷ്ട്രീയ പ്രതിരോധമെന്ന മട്ടിലും അല്ലാതെയുമൊക്കെ ഈ വൈകൃതം ശീലമാക്കിയ പെർവർട്ടുകൾ അഴുക്കൻ കൂട്ടമങ്ങ് മര്യാദാരമന്മാരാകുമെന്ന് പ്രതീക്ഷ വേണ്ടെങ്കിലും ഒരു പെൺകുട്ടിക്കെതിരെ മര്യാദ പറയാനൊന്നും ചുരുങ്ങിയ പക്ഷം കൈവിറയ്ക്കുമെങ്കിൽ അന്താരാഷ്ട്ര കോടീശ്വരന്റെ വീണുപോയ കോൺഫിഡൻസും തടവറവാസവും നല്ലതാണ്. ആ വൃത്തികേട് പറഞ്ഞതിന് തൂക്കിയെടുത്തുകൊണ്ട് പോകുമ്പോൾ ജീപ്പിലടിച്ച് പ്രതിഷേധിക്കാനും മുദ്രാവാക്യം വിളിക്കാനും ഇവിടെ ആൾക്കൂട്ടമുണ്ടെങ്കിൽ എൻ്റെ സാറേ എന്തോന്ന് പ്രബുദ്ധ കേരളം. ആൺകുട്ടിയാവട്ടെ പെൺകുട്ടിയാവട്ടെ അവരുടെ വസ്ത്രങ്ങൾ ഇഷ്ടമല്ല എന്ന വിയോജിപ്പ് പറയുന്നതിനപ്പുറം ശരീരം കൊത്തിപ്പറിച്ച് എന്തും പറഞ്ഞങ്ങ് മേയാമെന്ന ധാരണക്കാരെ കേരളം കൈപ്പാടകല നിർത്തണം. തരം കിട്ടിയാൽ ആ കൂട്ടം പിച്ചുകീറുന്ന ബലാത്സംഗികളാകും. അക്ഷരം തെറ്റാതെ വിളിക്കണം, പൊട്ടൻഷ്യൽ റേപ്പിസ്റ്റുകളാണ്. പ്രിയ പ്രേക്ഷകർക്ക് എൻകൗണ്ടർ പ്രൈമിലേക്ക് സ്വാഗതം. ഭാഗ്യലക്ഷ്മി, ശ്രീമതി സോയ ജോസഫ്, എഴുത്തുകാരി ശ്രീ എം എ ഷാനവാസ്, രാഹുൽ ഈശ്വർ, ലാൽകുമാർ എന്നിവരാണ് ചർച്ചയിൽ. ആദ്യം ഞാൻ ശ്രീമതി ഭാഗ്യലക്ഷ്മിയിലേക്ക് പോകുന്നു. ശ്രീമതി ഭാഗ്യലക്ഷ്മി, വലിയ കോൺഫറൻസിലായിരുന്നു എന്ന് പറഞ്ഞാൽ വയനാട്ടിൽ നിന്ന് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുമ്പോഴൊക്കെ മറ്റേ തംസപ്പൊക്കെ കൊടുത്ത് വലിയ കോൺഫറൻസിലായിരുന്നു ബോച്ചെ പോയത്. ജാമ്യം ഉറപ്പായും കിട്ടും, എന്തുകൊണ്ടും ഉറപ്പായും കിട്ടും എന്ന് അദ്ദേഹം പ്രതീക്ഷിച്ചിരുന്നു. അതിന് കാരണം ഈ പറയുന്ന രാമപിള്ള പോലൊരു നക്ഷത്ര വക്കീലിനെ അപ്പോൾ തന്നെ ഇറക്കാനുള്ള പണം അദ്ദേഹത്തിൻ്റെ പക്കലുണ്ട്. കൂളായിരുന്നു അതുവരെ കാര്യങ്ങൾ. പക്ഷേ ആദ്യം ജാമ്യം നിഷേധിക്കുമ്പോൾ തളർച്ച ഉണ്ടാകുന്നു. ഇന്ന് ഹൈക്കോടതിയിലേക്ക് എത്തുമ്പോൾ ഹൈക്കോടതി പറയുകയാണ്, ബോബി ചെമ്മണ്ണൂർ താങ്കൾ സാധാരണക്കാരനായ ഒരാളാണ്, മറ്റൊരാൾക്ക് നൽകുന്ന അതേ പരിഗണന താങ്കൾക്ക് നൽകാൻ കഴിയുകയുള്ളൂ എന്ന് പറയുന്നു. ഇന്ന് വെള്ളിയാഴ്ച, ശനി ഞായർ, ചിലപ്പോൾ തിങ്കൾ കൂടി ജയിലിൽ കിടക്കേണ്ടി വരും. ജാമ്യം ഇല്ലെന്ന് നമ്മൾ പറയുന്നില്ല. പക്ഷേ ഇന്നുണ്ടായ നടപടിക്രമം അഹന്ത കേൾക്കുന്ന ഒരു ഒന്നാന്തരം അടിയല്ലേ ശ്രീമതി ഭാഗ്യലക്ഷ്മി? തീർച്ചയായിട്ടും അദ്ദേഹത്തിന് ഒരു ധാരണയുണ്ടായിരുന്നു. അദ്ദേഹം ഒരു വലിയൊരു സമ്പന്നനായതുകൊണ്ട് തന്നെ അദ്ദേഹം പറയുന്ന ഈ അശ്ലീല ചുവയുള്ള ഓരോ ദ്വയാർത്ഥ പ്രയോഗങ്ങൾക്കും ആളുകളുടെ കയ്യടി, അല്ലെങ്കിൽ അത് പ്രോത്സാഹിപ്പിക്കുക, അതിന് ഭയങ്കര കമൻസും, ഇത് അദ്ദേഹത്തെ ഒരുപാട് ഒരു ആത്മധൈര്യം അദ്ദേഹത്തിന് കൊടുത്തു എന്ന് വേണം മനസ്സിലാക്കാൻ. അതുകൊണ്ടാണ് തുടരെ പിന്നെ എല്ലാ വീഡിയോയിലും നോക്കൂ, എന്തെങ്കിലുമൊക്കെ ഈ ഹണി റോസിൻ്റെ വിഷയത്തിൽ മാത്രമല്ല, പൊതുവെ സ്ത്രീ എന്ന് പറയുന്നത് അദ്ദേഹത്തെ സംബന്ധിച്ച് ഒരു ഒബ്ജക്റ്റ് മാത്രമായിട്ടാണ് അദ്ദേഹം കാണുന്നത്. ഒരു ജീവനുള്ള, ഒരു മനസ്സുള്ള, അവർക്കും വികാരങ്ങളുണ്ട്, അവർക്കും സങ്കടങ്ങളും സന്തോഷങ്ങളും അപമാനം എല്ലാം ഉണ്ട് എന്നുള്ള ഒരു ചിന്തയെ അദ്ദേഹത്തിന് ഇല്ലായിരുന്നു. സ്ത്രീ എന്ന് പറയുന്നത് പുരുഷന് ആഘോഷിക്കാനുള്ളൊരു വസ്തുവാണ് എന്നാണ് ബോബി ചെമ്മണ്ണൂർ ഇത്രയും കാലം വിചാരിച്ചു കൊണ്ടിരുന്നത്. ഇപ്പോൾ കിട്ടിയിരിക്കുന്ന ഈ ഒരു വലിയൊരു തിരിച്ചടി ഉണ്ടല്ലോ, ഇത് അദ്ദേഹത്തിന് ഭാവിയിൽ മാറ്റമുണ്ടാകുമോ ഇല്ലയോ എന്ന് നമുക്കറിയില്ല. അത് ഇനി അദ്ദേഹത്തിൻ്റെ വരുംകാലത്തുള്ള പല പ്രതികരണത്തിൽ കൂടി മാത്രമേ നമുക്ക് മനസ്സിലാവുള്ളൂ. കാരണം അങ്ങോട്ട് കയറി പോകുമ്പോൾ പോലും ജയിലിലേക്ക് എന്നല്ല, കോടതിയിലേക്ക് പോകുമ്പോഴും കസ്റ്റഡിയിൽ എടുത്തപ്പോഴൊക്കെ പുള്ളി വളരെ ആഘോഷമായിട്ടാണ് പുള്ളി അങ്ങോട്ട് പോയത്. അതായത് ഞാനിതാ ഇപ്പോൾ വരും, തിരിച്ചു വരും, എനിക്കൊന്നും സംഭവിക്കില്ല, തംസപ്പൊക്കെ കാണിച്ചാണ് അദ്ദേഹം കയറിപ്പോയത്. അത് സമൂഹത്തിന്, പുള്ളിക്കുള്ളൊരു കോൺഫിഡൻസ് പുള്ളി ഇങ്ങനെ സമൂഹത്തിനെ അടിച്ചേൽപ്പിക്കുക. പണമുള്ളവന് എന്തും ചെയ്യാം, പണമുള്ളവൻ പോയ പോലെ തിരിച്ചു വരും. അതിന് കിട്ടിയ ഏറ്റവും വലിയൊരു തിരിച്ചടി തന്നെയാണ് ഇപ്പോൾ കോടതിയിൽ നിന്ന് കിട്ടിയിരിക്കുന്നത്.
അതുകൊണ്ട് തന്നെ ഇത് ഒരുപാട് പണമുള്ളവർക്ക് കൂടിയുള്ള, നിങ്ങളുടെ കയ്യിൽ എന്തെല്ലാം പണമുണ്ടെങ്കിലും എവിടെയെങ്കിലും ഒരിക്കൽ നിങ്ങൾ എല്ലാത്തിനും മറുപടി പറയേണ്ടി വരും, നിങ്ങൾക്കൊരു തിരിച്ചടി ഉണ്ടാകും എന്നതിനുള്ള ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് ഇപ്പോൾ ഈ കഴിഞ്ഞ 2 ദിവസമായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. രാഹുൽ ഈശ്വർ, അത് കോടതി നൽകുന്ന കൃത്യമായ സന്ദേശമല്ലേ? എന്ന് പറഞ്ഞാൽ ആദ്യഘട്ടത്തിൽ പ്രോസിക്യൂഷനും പോലീസും പറയുന്ന കാര്യങ്ങളൊക്കെ 100% കോടതി മുഖവിലക്കെടുക്കുന്നു എന്ന് മാത്രമല്ല, ഹണിറോസിന്റെ രഹസ്യമൊഴിയുള്ള കാര്യങ്ങൾ എന്താണെന്ന് നമുക്കറിയില്ല. ഹൈക്കോടതിയിലേക്ക് വരുന്നു. ഹൈക്കോടതി പറയുകയാണ്, നിങ്ങൾ സാധാരണക്കാരനാണ്, ഈ പറയുന്ന സാധാരണക്കാർ നേരിടുന്ന എല്ലാ നടപടികളും നിങ്ങളും നേരിട്ടേ മതിയാവുകയുള്ളൂ. ബി രാമൻപിള്ള അടക്കമുള്ള കോടികൾ ലക്ഷങ്ങൾ വിലയുള്ള വക്കീലിനൊക്കെ ഇറക്കിയിട്ടും കോടതിയിൽ നിന്ന് വരുന്ന സന്ദേശം അതൊരു കൃത്യമായ മെസ്സേജ് അല്ലേ രാഹുൽ ഈശ്വർ? ബഹുമാനപ്പെട്ട കോടതി എന്ത് നിലപാടെടുത്താലും അത് നമ്മൾ ബഹുമാനിക്കണം. കോടതിയിൽ തന്നെ അദ്ദേഹത്തോട് ചോദിക്കുകയുണ്ടായി, പൊതുസമൂഹമല്ലേ, പൊതു ഇടങ്ങളിൽ ഇത്തരം പരാമർശം നടത്താമോ? താൻ അത്തരം പരാമർശങ്ങൾ നടത്തുന്നത് ശരിയല്ല എന്ന് വക്കീൽ മുഖേന അല്ലെങ്കിൽ രാമൻപിള്ള സാർ അടക്കം മുഖേന നമ്മുടെ ബോച്ചെ പറഞ്ഞിട്ടുണ്ട്. അതിനെ സ്വാഗതം ചെയ്യണം, അത് പോസിറ്റീവാണ്. ഇവിടെ ഏക വ്യത്യാസം എന്താ? ബോച്ചെ ആരും ന്യായീകരിച്ചില്ല. അങ്ങ് ശ്രദ്ധിക്കണം, ഈ വരുന്ന സാമൂഹിക മാധ്യമങ്ങളിലെ കമന്റുകൾ ആരും ബോച്ചെ പറഞ്ഞത് ശരിയാണെന്നല്ല പറഞ്ഞത്. പക്ഷേ ഈ 1 മിനിറ്റ് തമാശ പറഞ്ഞതിന് 3 വർഷം ജയിലിലിടണോ എന്നൊരു ചോദ്യം പൊതുജനങ്ങൾ ചോദിക്കുകയാണ്. ആ തമാശ പറഞ്ഞത് തെറ്റാണ്, ദ്വയാർത്ഥം പറഞ്ഞത് തെറ്റാണ്, ഇൻസിനുവേഷൻ തെറ്റാണ്, കുന്തി പ്രയോഗം തെറ്റാണ്. പക്ഷെ അതിനുവേണ്ടി 3 വർഷം ജയിലിൽ ഇടുകയാണോ വേണ്ടത് എന്ന് സ്വാഭാവികമായി ആൾക്കാർ ചോദിക്കില്ലേ? അപ്പം ബോച്ചയോടുള്ള സമീപനം എന്തായിരിക്കണം? ബോച്ചെ ആരെങ്കിലും ന്യായീകരിക്കുന്നത് കണ്ടോ? പക്ഷേ ഹണി റോസ് കൂടി ഇത്തരം കാര്യത്തിൽ ഒരു വിശാല സമീപനം എടുക്കണം. ഹണി റോസിന്റെ വസ്ത്രധാരണത്തോട് വിമർശനമുണ്ട്, അത് സ്വീകരിക്കണം. അപ്പൊ ഇന്നലെ അങ്ങ് എന്നെ വിമർശിച്ചു, മലയാളി ഹൗസ് കാണിച്ച് വിമർശിച്ചു. ഞാൻ പറഞ്ഞത് എന്താ? ശരിയാണ്, ആ വിമർശനങ്ങളെ ഞാൻ അക്നോളജ് ചെയ്യുന്നു. എനിക്കെതിരെ വ്യാപകമായ വിമർശനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതേപോലെ ഹണി റോസിന്റെ വസ്ത്രധാരണത്തെ കുറിച്ച് വിമർശനം വന്നു കഴിഞ്ഞാൽ ആകാശം ഇടിഞ്ഞു വീഴുമെന്ന ഹാഷ്മിയുടെ ധാരണ തെറ്റാണ്. അതായത് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക, പുരോഗമനത്തിന്റെ സ്വപ്നലോകം ഇല്ലാതാകുമെന്നൊന്നും കരുതണ്ട. ഹണി റോസും ഓഡിറ്റ് ചെയ്യപ്പെടണം, ബോച്ചയും ഓഡിറ്റ് ചെയ്യപ്പെടണം. ബോച്ചയ്ക്കും മിതത്വം വേണം, ഹണി റോസിനും മിതത്വം വേണം. ഇനി ഹണി റോസിനോട് ബോച്ചെ മാപ്പ് പറയണമെന്ന് പറഞ്ഞൊരു വ്യക്തിയാണ് ഞാൻ. ആ മാപ്പ് സ്വീകരിക്കാൻ പക്ഷേ ഇനി ഹണി റോസ് തയ്യാറാകുമെന്ന് എനിക്കറിയില്ല. നന്നായിക്കൂടെ രാഹുൽ? ഇപ്പൊ ഇന്ന് കോടതിയിലേക്ക് കോടതി പോയി ഈ ബി രാമൻപിള്ള വക്കീൽ എന്ന് പറയുന്ന ഈ പറയുന്ന എന്താണ് ബോബി ചെമ്മണ്ണൂരിന്റെ വക്കീൽ, താങ്കൾ ഈ പറഞ്ഞ വാദത്തിന്റെ അടുത്തൂടെ പോകാൻ ധൈര്യം കാണിക്കുവോ? താങ്കൾ ഈ പറയുന്നതിന്റെ പൊള്ളത്തരം താങ്കൾക്ക് തന്നെ മനസ്സിലാവുന്നതല്ലേ? ഒരു നിയമം പഠിച്ചിരുന്ന ആൾ വന്നിരുന്ന് ഇങ്ങനെയൊക്കെ പറയാവോ രാഹുൽ ഈശ്വർ? ഒരു കാര്യത്തിൽ ഒരു ക്രെഡിറ്റ് ഉണ്ട്, ഒരു കാര്യത്തിലല്ല, 2 കാര്യത്തിൽ ഹണി റോസിന് ക്രെഡിറ്റ് ഉണ്ട്. ഒന്ന്, ഈ ദ്വയാർത്ഥ പ്രയോഗങ്ങൾ അവസാനിപ്പിച്ചാൽ അതിന്റെ ക്രെഡിറ്റ് ഹണി റോസിനും നമ്മുടെ ഭരണകൂടത്തിനും നിങ്ങളടക്കമുള്ള മുഖ്യധാരാ മാധ്യമങ്ങൾക്കുമാണ്. 2, ഒരു കാര്യത്തിലും കൂടി ഒരു പോസിറ്റീവ് ഉണ്ട്. അൺഇന്റന്റഡ് ആണെന്നേ ഉള്ളൂ. ഇന്നലെ വരെ ജാതിയുടെയും മതത്തിന്റെയും പേരിൽ അടികൂടിയിരുന്ന മലയാളി സമൂഹം അതിശക്തമായി ഒരുമിച്ചുകൊണ്ട് ഹണി റോസിന് അനുകൂലമല്ലാത്ത സമീപനം പലപ്പോഴും സ്വീകരിക്കുന്നുണ്ട്. അതുകൊണ്ട് സമീപകാലത്ത് ഏറ്റവും കൂടുതൽ ഒരു സാമുദായിക സൗഹാർദ്ദം ഉണ്ടാക്കിയ വ്യക്തി ഹണി റോസ് ആണെന്ന് വേണമെങ്കിൽ പറയാം. ആലങ്കാരികമായി പറഞ്ഞതാണ്. ലാൽകുമാർ അക്കാര്യം പറഞ്ഞുള്ള കേട്ടോ. എന്ന് പറഞ്ഞാൽ ഹണി റോസിന്റെ വസ്ത്രധാരണം നന്നാക്കണമെന്ന് പറയുന്നതിൽ കടുത്ത സംഘികളുണ്ട്, കടുത്ത സുഡാപ്പികളുണ്ട്, കടുത്ത കാസാപ്രവർത്തകരുണ്ട്. ഹിന്ദു മുസ്ലിം ക്രൈസ്തവ ഭേദമില്ലാത്ത ഉയർന്നവൻ എന്ന് പറഞ്ഞാൽ ഈ അടുത്ത കാലം നമ്മൾ ചെയ്യുന്ന ചർച്ച മൊത്തം എന്താണ് കമ്മ്യൂണൽ കളറുള്ള വർഗീയത, ഇതൊക്കെ നമുക്ക് കേട്ടാൽ സങ്കടം തോന്നുന്ന ചർച്ചകളാണെങ്കിൽ ഈ വിഷയത്തിൽ രാഹുൽ പറയുന്ന ഒന്നാണ് കേട്ടോ. ഈ വിഷയത്തിൽ ഹണി റോസിന്റെ വസ്ത്രം നേരെയാക്കണമെന്ന് പറയുന്നവരിൽ എല്ലാവർക്കും ഒറ്റ കയ്യാ. ലാൽകുമാർ. ഹാഷ്മി, ഞാൻ പറയുമ്പം ഒന്ന് ഇടപെടാതിരുന്നാൽ ഞാനതങ്ങ് പറഞ്ഞ് അവസാനിപ്പിക്കാം. ഒരു കാര്യം നോക്കൂ, കേരളത്തിൽ കഴിഞ്ഞ 2-3 ദിവസങ്ങളായി നടക്കുന്ന ചർച്ചകൾ, അതിൻ്റെ സബ്ജക്റ്റ് മാറ്റർ എന്താണ്? ഡിബേറ്റിൻ്റെ സബ്ജക്റ്റ് മാറ്റർ എന്താണ്? ആ സബ്ജക്റ്റ് മാറ്റർ ഹണി റോസ് എന്ന് പറയുന്ന വ്യക്തിയാണ്. സത്യത്തിൽ ഹണി റോസ് ആണോ സബ്ജക്റ്റ് മാറ്റർ? ബോച്ചെ എന്ന് പറയുന്ന ബോബി ചെമ്മണ്ണൂരാണ് സബ്ജക്റ്റ് മാറ്റർ. ഇത് നിങ്ങൾ ഡിസ്ക്രിമിനേറ്റ് ചെയ്യുക അല്ലെങ്കിൽ ഡിസ്റ്റിങ്വിഷ് ചെയ്യാൻ മാധ്യമപ്രവർത്തകർക്ക് പറ്റുന്നില്ല എന്ന് പറയുന്നത് കേരളത്തിലെ മാധ്യമപ്രവർത്തനത്തിൻ്റെ അധപ്പതനമാണ്. ഒരു സ്ത്രീ അല്ല ഇവിടുത്തെ വിഷയം, അവരൊരു കംപ്ലൈൻറ്റ് കൊടുത്ത ലേഡി മാത്രമാണ്. ബോബി ചെമ്മണ്ണൂർ എന്ന വ്യക്തി കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി സംസാരിച്ചുകൊണ്ടിരുന്ന അധപ്പതിച്ച വർത്താനത്തിന് ഒരാൾക്ക് എതിരെ കൂടെ പറഞ്ഞപ്പോൾ അവർ പരാതിക്കാരിയായി വരുന്നു. നമുക്ക് ഈ പറയുന്ന ഹണി റോസിൻ്റെ അടുക്കൽ ഈ സ്റ്റേറ്റ്മെൻറ്റ് ഇവർ പറഞ്ഞിട്ടില്ല എന്നങ്ങ് വിചാരിക്കാം. ഇയാൾ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്? താങ്കൾ തന്നെ സൂചിപ്പിച്ചത് എന്താണ്? ഒരു പ്രായം ചെന്ന ഒരു 19 വയസ്സുള്ള ഒരു ആണൊരുത്തൻ, അയാളെടുക്കൽ ഇദ്ദേഹം പറയുന്ന ഒരു ഏത്തക്കാപ്പം അല്ലെങ്കിൽ പഴംപൊരി, ഞങ്ങളുടെ നാട്ടിലൊക്കെ പറയുന്നതാണ്, അതിനെ വെച്ചുകൊണ്ട് ഒരു കമൻറ്റ് ഇദ്ദേഹം ചെയ്യുന്നുണ്ട്. ഒരു 80 വയസ്സായ അല്ലെങ്കിൽ 70 വയസ്സിന് മേളിലുള്ള ഒരാളോട് പറയാൻ പറ്റുന്ന ഏതേലും തരത്തിൽ ഒരു മനുഷ്യന് പറയുന്ന കമൻ്റാണോ അദ്ദേഹം പറയുന്നത്? അല്ല.
ഒരു കാരണവശാലും അല്ല. ഇത് കൂടാതെ അടുത്ത എക്സാമ്പിൾ, നിങ്ങൾ കഴിഞ്ഞ ദിവസം ഇതുപോലെ തന്നെ ഒരു റീൽസ് ഒക്കെ ചെയ്യുന്ന ഒരു പെൺകുട്ടി, ആ പെൺകുട്ടി ഒരു വിമർശനം ഇദ്ദേഹത്തിനെതിരെ ഉന്നയിക്കുന്നു. ആ വിമർശനം ബോബി ചെമ്മണ്ണൂരിൻ്റെ ഏതോ ഒരു സ്വർണ്ണാഭരണശാലയ്ക്ക് അല്ലെങ്കിൽ കടയ്ക്ക് ഈ പറയുന്ന ഒരു സാധനങ്ങളും ഇല്ലായിരുന്നു എന്ന് പറയുന്നു. അതിന് വ്യക്തിപരമായ അധിക്ഷേപമാണ് അദ്ദേഹം നടത്തിയത്. തിരിച്ച് ഇത് നിങ്ങൾ ഹണി റോസിൻ്റെ വസ്ത്രം എന്ന് പറയുന്ന ഒരു വിഷയത്തെ കൊണ്ട് കെട്ടി ഹണി റോസ് വസ്ത്രം ഇങ്ങനെ ധരിക്കുന്നതുകൊണ്ടാണ് ബോബി ചെമ്മണ്ണൂർ ഇങ്ങനെ പറഞ്ഞത് എന്നുള്ളതല്ലേ ഈ കേരളത്തിൽ നടക്കുന്ന മാധ്യമപ്രവർത്തകരുടെ ഡിബേറ്റ്. അതിൽ പരം ഒരു ആഭാസം വേറൊന്നുമില്ല. നിങ്ങൾ ഇതങ്ങ് വിട്ടിട്ട് ബോബി ചെമ്മണ്ണൂർ, ഇപ്പം ഹണി റോസിനെതിരെ പറഞ്ഞിരിക്കുന്നവരല്ലല്ലോ, അവർ മാത്രമല്ലല്ലോ പോയിരിക്കുന്നത്. ബോബി ചെമ്മണ്ണൂർ എന്ന് പറഞ്ഞ ഒരാളല്ലേ പോയിരിക്കുന്നത് അല്ലേ? ബോബി ചെമ്മണ്ണൂരിനെ കോടതി എന്തുകൊണ്ട് ജാമ്യം കൊടുത്തില്ല? അല്ലെങ്കിൽ ബോബി ചെമ്മണ്ണൂരിനെ പോലീസ് എന്തിന് അറസ്റ്റ് ചെയ്തു? കാര്യം ബോബി ചെമ്മണ്ണൂർ ഹണി റോസിനെതിരെ ഒരു വൃത്തികേട് പറഞ്ഞു. പക്ഷേ ബോബി ചെമ്മണ്ണൂർ എന്ന് പറയുന്ന വ്യക്തി ഹണി റോസിനെതിരെ മാത്രമാണോ വൃത്തികേട് പറഞ്ഞിട്ടുള്ളത്? അപ്പോൾ അവിടെയാണ് നമ്മൾ ക്രിമിനൽ ലോ പ്രകാരം ഇയാൾ ഒരു ഹാബിച്വൽ ഒഫൻഡർ നമ്മൾ ഡിഫൈൻ ചെയ്യേണ്ടത്. പറഞ്ഞ കേക്ക് അയാൾ ഒരു ഹാബിച്വൽ ഒഫൻഡറായി മാറുന്നു. അതാണ് ഹണി റോസ് ആണോ വിഷയം? ഇവിടെ ചോദിച്ചല്ലോ ഹണി റോസിന് എങ്ങനെ ചെയ്യാം, ഇങ്ങനെ ചെയ്യരുതോ? ഹണി റോസ് അല്ല ഇവിടുത്തെ വിഷയം. അത് ആദ്യം വ്യക്തമായി പറയട്ടെ. ഈ പറയുന്ന അതപ്പതിച്ച വർത്താനം പറയുന്ന ബോബി ചെമ്മണ്ണൂർ എന്ന് പറയുന്ന വ്യക്തി ഒരു ഹാബിച്വൽ ഒഫൻഡർ ആണ്. ആ ഹാബിച്വൽ ഒഫൻഡർ അത് അയാൾ ചെയ്ത പല തെറ്റുകളുടെ ഭാഗമായി ഒരു തെറ്റ് ചെയ്തതിന് അയാളുടെക്കെതിരെ ഒരു പരാതി ഒരു സ്ത്രീ കൊടുക്കുന്നു. സിനിമാ നടി നോക്കുള്ളത് നിങ്ങൾ വിടൂ. ഒരു ശക്തിയായ വനിത പരാതി കൊടുക്കുന്നു. ആ പരാതി കോടതിയുടെ മുന്നിൽ എത്തുമ്പോൾ കോടതി ഒരു പരാമർശം നടത്തുന്നു. ഇതാണ് സംഭവിച്ചിരിക്കുന്നത്. ഇതിനകത്ത് നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്ന പൊസിഷൻ, പോലീസ് അറസ്റ്റ് ചെയ്തത് ശരിയോ, ജാമ്യം കൊടുക്കാതിരുന്നത് ശരിയോ, അല്ലെങ്കിൽ ഈ പറയുന്ന വിഷയം നമ്മൾ ഈ പറയുന്ന ഇത്ര അതപ്പതിച്ച വർത്താനം പറയുന്ന ആൾക്കാരെ ഈ സമൂഹം അഡ്രസ്സ് ചെയ്യണോ ചോദിക്കേണ്ട ചോദ്യം. ഇതൊക്കെയാണ് ഇവിടുത്തെ സബ്ജക്ട് മാറ്റർ. അതിന് പകരം ഈ പറയുന്ന ഡിബേറ്റ് എങ്ങനെയാണെന്ന് ഡൈവേർട്ട് ചെയ്തത്. കാര്യം ഹണി റോസിന്റെ വസ്ത്രത്തിലേക്ക് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മെയിൻ ഫോക്കസ് അതിലോട്ട് മാറിക്കഴിഞ്ഞാൽ പിന്നെ കാര്യങ്ങൾ എളുപ്പമാണ്. അഡ്രസ്സ് ചെയ്യപ്പെടേണ്ട വിഷയം അഡ്രസ്സ് ചെയ്യത്തില്ല. ബോബി ചെമ്മണ്ണൂരും രക്ഷപ്പെടും സൈഡിൽ കൂടെ. നോക്കൂ, ഇന്നത്തെ ഇപ്പൊ താങ്കൾ എന്നോട് ചോദിച്ച ചോദ്യത്തിന് പ്രശ്നം എന്താണ്? താങ്കൾ ചോദിച്ച ചോദ്യം ഹണി റോസിന്റെ ഡ്രസ്സാ. ബോബി ചെമ്മണ്ണൂർ എന്നൊരു വാക്ക് നമ്മൾക്ക് പ്രശ്നമല്ല. അപ്പം ഞാൻ പറഞ്ഞു നമ്മുടെ സബ്ജക്റ്റ് ആദ്യം ഒന്ന് തിരിച്ച്, അപ്പുറത്ത് നിൽക്കുന്ന ആൾക്കാർക്ക്, രാഹുൽ ഈശ്വർ ഈ പറയുന്ന അങ്ങനെയുള്ള ആൾക്കാർക്ക് ഒരു താല്പര്യമുണ്ട് ഹണി റോസിലേക്ക് ഈ ചർച്ച ഒതുക്കണമെന്ന്. ഹണി റോസിലേക്ക് ഒതുക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. അങ്ങനെ ഒരു പ്രശ്നമേ എൻ്റെ മുന്നിലില്ല. ഹണി റോസ് ഒരേരയാണ്. ഈ ബോബി ചെമ്മണ്ണൂരിന്റെ അതപ്പതിച്ച സംസാരത്തിന്റെ ഭാഗമായി ഉണ്ടായിരിക്കുന്ന ഒരേരയാണ്. ക്ലിയർ ആണ്. ഞാൻ രാഹുലിലേക്ക് എത്താം. സോയ, ശരിയാണ്, ലാൽകുമാർ പറയുന്നത് 100% ശരിയാണ്. അതിന് കാരണം എന്താണ്? ഇന്നലെ നമ്മൾ ചർച്ചയുടെ ഭാഗമായി ഞാൻ ഈ കാര്യങ്ങൾ നോക്കുമ്പോൾ ഇയാൾ വാ തുറന്ന വഷളത്തരം പറയാത്ത ഒരൊറ്റ വീഡിയോ ഇല്ല, ഒരൊറ്റ ഇൻ്റർവ്യൂ അതിൽ കാണാനില്ല. ഇപ്പോൾ അയാളുടെ കൊച്ചുമോളുടെ പ്രായമാവാനുള്ള ഒരു പെൺകുട്ടിയെ സൈക്കിളിൻ്റെ ബാക്കിൽ നിന്ന് ഇരുത്തിക്കൊണ്ട് പറഞ്ഞ ദ്വയാർത്ഥ പ്രയോഗമടക്കം, പ്രായമുള്ള ചേച്ചിയോട് പഴമ്പരുടെ കാര്യത്തിൽ പറഞ്ഞ വൃത്തികേടടക്കം, വൃത്തികേട് എന്താണ് നെറികെട്ട വാക്കുകൾ അത്രയും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇനി ഈ പറയുന്ന ഈ ദിവസങ്ങളിൽ കിടക്കുന്ന അദ്ദേഹത്തിൻ്റെ ജയിൽവാസം, തംസപ്പും ചിരിയും കോൺഗ്രസ് വേൾഡ് വിത്തിലവും ഒക്കെ തീർന്നു. ഇയാൾ ഇനിയെങ്കിലും ആ വൃത്തികേട് പറയൽ നിർത്തും എന്ന് കരുതാവോ? തരത്തിലൊന്നും നമ്മൾ ചിന്തിക്കേണ്ടതില്ല. കാരണം ഇതൊരു തരം മാനസിക വൈകൃതമാണ് എന്നുള്ള കാര്യത്തിൽ ആർക്കും സംശയമില്ല. കാരണം ഇതെന്തോ ഒരു പ്രിവിലേജ് ആയിട്ടാണ് മനസ്സിലാക്കുന്നത്. നിരന്തരമായിട്ടുള്ള ഈ ഹാബിച്വൽ ഒഫൻഡർ എന്ന് നേരത്തെ പറഞ്ഞു വെച്ചെടുത്തുനിന്ന് ഇതൊരു സാധാരണവൽക്കരിക്കപ്പെടേണ്ട എന്തോ ഒരു കാര്യമാണ്. ഞാനിതിങ്ങനെ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കും. നിങ്ങൾ ഈ തമാശയൊക്കെ കേട്ട്, കാര്യം നേരത്തെ രാഹുൽ ഈശ്വർ അറിഞ്ഞോ അറിയാതെയോ പറഞ്ഞു വെച്ചിട്ടുള്ള ഒരു വാക്കുണ്ട്, ഈ 1 മിനിറ്റ് തമാശയ്ക്ക് 3 കൊല്ലം ജയിലിൽ കിടത്തണോ എന്ന് ചോദിക്കുന്ന ഒരു ചോദ്യം വളരെ പ്രധാനപ്പെട്ടതാണ്. അതങ്ങനെ 1 മിനിറ്റ് തമാശയായിട്ട് രാഹുൽ ഈശ്വറിന് തോന്നുമായിരിക്കും, പക്ഷെ അത് കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു സ്ത്രീയെയും സംബന്ധിച്ച് ഇത് 1 മിനിറ്റ് തമാശയുടെ കാര്യമല്ല. ഇപ്പം നേരത്തെ പറഞ്ഞു വെച്ചതുപോലെ ഇതൊരു ബോച്ചയുടെയും ഹണി റോസിൻ്റെയും മാത്രം വിഷയമായിട്ടല്ല കോടതി ഇതിനെ മനസ്സിലാക്കുന്നത്. കോടതി കുറെ കൂടെ വിശാലമായിട്ടുള്ളൊരു അർത്ഥത്തിലാണ് ഇതിനെ ഉൾക്കൊള്ളുന്നത്. ഇത് നമ്മുടെ ഇടത്തിൽ അല്ലെങ്കിൽ പൊതുവിടത്തിൽ നിൽക്കുന്ന ഒരു സ്ത്രീയെ കാണുമ്പോൾ, രാഷ്ട്രീയമായ നിലപാട് പറയുന്ന ഒരു സ്ത്രീയെ കാണുമ്പോൾ, അവർ ഏതെങ്കിലും തരത്തിൽ തലയുയർത്തിപ്പിടിച്ച് സംസാരിക്കുമ്പോൾ അവരുടെ നിലപാടുകൾക്കും രാഷ്ട്രീയത്തിനും ഒക്കെ അപ്പുറത്ത് നിന്നുകൊണ്ട് നിങ്ങളുടെ ശരീരത്തെ, നിങ്ങളുടെ ശരീരഘടനയെ, നിങ്ങളുടെ നിറത്തെ, നിങ്ങളുടെ തൊലിയെ
ഒക്കെ പരാമർശിച്ചുകൊണ്ട് നിരന്തരം അശ്ലീലങ്ങൾ പറഞ്ഞു വെക്കാമെന്ന് കരുതുന്ന 1000-10,000 ബോച്ചേമാർക്കെതിരെയുള്ള ഒരു നിലപാടാണ് കോടതി പറയുന്നത്. അത് വളരെ കൃത്യമാണ്. ഇത് ഞാനിതിൻ്റെ നിയമവശങ്ങളിലേക്കോ അല്ലെങ്കിൽ ഇതിൽ ഹണി റോസിനെയോ ബോച്ചയോ ഒന്നുമല്ല, അതിനൊക്കെ അപ്പുറത്ത് ഇങ്ങനെ നിരന്തരം ചെയ്തുകൊണ്ടിരിക്കുന്ന, ഇത് പൊതുവിടത്തിൽ നിന്നുകൊണ്ട് ഇത്തരം അശ്ലീലങ്ങൾ ഛർദ്ദിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് ആളുകൾ ഇവിടെയുണ്ട്. അവർക്ക് കിട്ടുന്ന ഏറ്റവും കൃത്യമായിട്ടുള്ള ഒരു വാണിംഗ് ആയിട്ടാണ് ഇതിനെ മനസ്സിലാക്കുന്നത്. ഇതൊരു നിരന്തര പ്രശ്നമാണ്. ഇത് ഏറ്റവും ഈ ഒരു വിഷയത്തെ വളരെ സന്തോഷകരമായിട്ട് തന്നെയാണ് ഞങ്ങളൊക്കെ മനസ്സിലാക്കുന്നത്. കാരണം ഇത്തരം ഒരു ചർച്ച വരട്ടെ, ഇത് വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു ചർച്ചയായിട്ട് മാറട്ടെ. ഇങ്ങനെ ഒരു കാര്യം നടക്കുമ്പോൾ, അല്ലെങ്കിൽ ഇനി ഏതെങ്കിലും ഒരിടത്ത് നിങ്ങളുടെ ഏതെങ്കിലും ഒരു മുറിയിൽ രാത്രി 12 മണിക്കോ അല്ലെങ്കിൽ 1 മണിക്കോ എഴുന്നേറ്റിരുന്ന് നിങ്ങളുടെ ചോദനകൾക്കനുസരിച്ച് ഏതെങ്കിലും ഒരു സ്ത്രീ ഇടുന്ന ഫോട്ടോയിൽ അല്ലെങ്കിൽ അവർ പറഞ്ഞു വെക്കുന്ന നിലപാടിൻ്റെ അടിയിൽ എപ്പോഴെങ്കിലും കൈതരിച്ച് ഇത്തരത്തിലുള്ള വൃത്തികേടുകൾ എഴുതാൻ പോകുമ്പോൾ ഏതെങ്കിലും ഒരു തരത്തിൽ നിങ്ങളുടെ തലച്ചോറിൻ്റെ ഏതെങ്കിലും ഒരു തരത്തിൽ ഇതൊരു വാർണിംഗ് സിഗ്നലായി കിടക്കുന്നുണ്ടെങ്കിൽ അത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പറഞ്ഞു വെക്കുകയാണ്. ബോച്ചയെ പറ്റി ഞാൻ ഒരു അഭിപ്രായവും പറഞ്ഞു വെക്കുന്നില്ല. കാരണം ഒരു തരത്തിലും ന്യായീകരിക്കപ്പെടേണ്ട ഒന്നാണ് മനസ്സിലാക്കേണ്ടതില്ല. ചാരിറ്റിയും ബാക്കി കാര്യങ്ങളൊക്കെ ഉള്ളപ്പോൾ തന്നെയും എന്താണ് ഇയാൾ ചെയ്തു കൂട്ടിക്കൊള്ളു. ശ്രീമതി ഷഹനാസ്, ഇവിടെ നമുക്ക് കുറെ ചോദ്യങ്ങൾ പിന്നെയും ചോദിക്കാം. എന്ന് പറഞ്ഞാൽ ഒരു സാധാരണക്കാർ കൊണ്ട് കേസ് കൊടുത്താൽ ഈ നടപടി ഉണ്ടാവുമോ, അല്ലെങ്കിൽ വർഗീയത പറഞ്ഞ PCOയുടെ നടപടി ഉണ്ടോ, അല്ലെന്നുണ്ടെങ്കിൽ അങ്ങനെ വേണം വിമർശന മട്ടിൽ ഇപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പറഞ്ഞ വേട്ടക്കാരൊക്കെ ഇപ്പോൾ എന്താണ് അകത്താണോ? ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കാം. ചോദ്യങ്ങൾക്കപ്പുറം ഈ ബോച്ച എന്ന് പറയുന്ന എലൈറ്റായി നിൽക്കുന്ന അവർ ഇന്ന് കൊടുത്തിരിക്കുന്ന ഹർജിയിൽ പറയുന്ന അദ്ദേഹം എന്തോ അന്താരാഷ്ട്ര ബിസിനസ് കൺഗ്ലോമറേറ്റ് ആണ് എന്നൊക്കെയാണ് പറയുന്നത്. അങ്ങനെ ഒരാൾ ഇത്തരം നിരന്തരം വൈകൃത വാക്കുകൾ കുറേ വർഷമായി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിനൊടുവിൽ അതിൻ്റെ സെനിത്തിൽ, അതിൻ്റെ പീക്കിലെത്തുമ്പോഴേക്കും പിടിച്ചകത്ത് കിടക്കുന്നു, അയാളുടെ ജാമ്യാപേക്ഷ നിരന്തരം തള്ളപ്പെടുന്നു എന്നൊക്കെയുള്ള സന്ദേശം ഈ പറയുന്ന ഇനി വൃത്തികേട് എഴുതാൻ കൈവെക്കുന്ന ഒരാൾക്ക് സന്ദേശമാകുമോ ഷഹനാസ്? തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നത് ഇപ്പം നേരത്തെ ഇവരൊക്കെ പറഞ്ഞതുപോലെ തന്നെ ഇത് ഏതെങ്കിലും 2 വ്യക്തികളിലേക്ക് ഒതുങ്ങുന്ന ഒന്നാണ് എന്ന് തോന്നുന്നില്ല. കാരണം കേരളത്തിലെ നേരത്തെ ചാനൽ ചർച്ചയിൽ ഒരാൾ പറയുണ്ടായി, ബോച്ചെ മാപ്പ് പറയുകയാണെങ്കിൽ ആ സ്ത്രീ അത് അംഗീകരിക്കേണ്ട, ഒരു ചെറിയ വാക്കിന് വേണ്ടിയിട്ട് അദ്ദേഹം ഇത്രയും ജയിലിൽ കിടക്കണോ എന്നൊക്കെ ചോദിക്കുന്നത് കേട്ടു. അങ്ങനെയാണെങ്കിൽ ബോച്ചെ ആരോടൊക്കെയാണ് മാപ്പ് പറയുക? ഈ കേരളത്തിലെ മൊത്തം ആൺ പെൺ വ്യത്യാസമില്ലാതെയാണ് അദ്ദേഹം ഇങ്ങനെ മാലിന്യ വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ദ്വയാർത്ഥത്തിലൂടെ അദ്ദേഹം സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് കേരളത്തിലെ മുഴുവൻ മലയാളികൾക്ക് മുന്നിലാണ് അദ്ദേഹം ഇത്രയും കാലം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനെയാണ് പ്രോത്സാഹിപ്പിക്കപ്പെടുന്നത്. അതിനെ മാത്രമല്ല, ഈ സോഷ്യൽ മീഡിയയിൽ മൊത്തം മലിനമാക്കുന്ന രീതിയിൽ സ്ത്രീകളെക്കുറിച്ച് മൊത്തത്തിൽ പറയുന്ന ഒരു പറ്റം. എവിടെയാണ് സെൻസറിങ് ഉള്ളത്? ഇപ്പോൾ ഏതെങ്കിലും ഒരു സ്ത്രീയെ സൂം ചെയ്ത്, ക്യാമറ കൊണ്ട് സൂം ചെയ്ത് അതിനെ വൃത്തികേടാക്കി സ്വന്തം ചാനലിൻ്റെ പ്രൊമോഷന് പോലെയുള്ള കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന ഇത്തരത്തിലുള്ള ഏതെങ്കിലും ഇടത്തിന് എന്തെങ്കിലും സെൻസറോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ പരിശോധന നടത്തുകയോ ഇവിടെ ചെയ്യുന്നുണ്ടോ? അപ്പം ബോച്ചെ എന്ന് പറയുമ്പം ശരിക്കും പറഞ്ഞാൽ പണവും അധികാരവും കൊണ്ട് ഇവിടെ എന്തൊക്കെയോ കോമാളിത്തരം കാണിക്കുന്ന ഒരു വ്യക്തിയാണ്. അത് വ്യക്തിപരമായിട്ട് അനുഭവങ്ങളുള്ള ഒരുപാട് പേര് ആളുകളുണ്ടാവും, സാധാരണക്കാരായ സ്ത്രീകളുണ്ടാകാം. എനിക്കൊരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. നിയമസഭാ പുസ്തകോത്സവത്തിൽ ബോച്ചെ വന്നിട്ട് പുസ്തകം എടുക്കുന്ന സമയത്ത് ഡിസ്കൗണ്ട് ഉണ്ടോ, എനിക്ക് ഡിസ്കൗണ്ട് ഉണ്ടോ എന്ന രീതിയിൽ അദ്ദേഹം സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും എല്ലാ ആളുകൾക്കും ഇത്തരത്തിൽ അദ്ദേഹത്തെ കണ്ടുമുട്ടുന്ന ആൺ പെൺ വ്യത്യാസമില്ലാതെ ചെറിയ കുട്ടികളടക്കമുള്ള ആളുകൾക്ക് ഈ പ്രശ്നങ്ങൾ ഉണ്ടാവുമ്പോൾ കേരളത്തെ മൊത്തം ബാധിക്കുന്ന ഒന്നാണെന്നാണ് ജനങ്ങൾ മനസ്സിലാക്കേണ്ടത്. അല്ലാതെ അദ്ദേഹത്തിനെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളോട് അതിന് എങ്ങനെയാണ് നിങ്ങൾ ഈ മാലിന്യ വാക്കുകൾ ഉപയോഗിക്കുന്ന ആളുകളെ സപ്പോർട്ട് ചെയ്യുന്നത് എന്ന് ചോദിക്കാൻ തന്നെയാണ് ആഗ്രഹിക്കുന്നത്. അദ്ദേഹത്തിനെ പ്രോത്സാഹിപ്പിക്കുന്നത് നമ്മളടക്കമുള്ള ആളുകളാണ്. അദ്ദേഹം ഇപ്പം പെട്ടെന്ന് എനിക്ക് തോന്നുന്നു ഒരു 5-6 വർഷമായിട്ടാണ് ഇത്തരത്തിൽ അശ്ലീല പദങ്ങളും ദ്വയാർത്ഥങ്ങളും ഉപയോഗിച്ച് ആളായിക്കൊണ്ട് ഇങ്ങനെ മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. ഇതൊന്നും എന്താ പറയുക, ഇതുപോലെയുള്ള സോഷ്യൽ മീഡിയ പോലെയുള്ള ഇടങ്ങളിൽ അദ്ദേഹത്തെ ആളായി കാണിക്കുകയും അദ്ദേഹത്തിന് ഒരു ആരാധക വൃന്ദം ഉണ്ടാവുകയും ചെയ്യുകയാണ്. അതെങ്ങനെയാണ് ഈ സൊസൈറ്റിയെ ബാധിക്കുന്നത്? സ്വന്തം സഹോദരിക്കും അമ്മയ്ക്കും മക്കൾക്കും പെൺകുട്ടികൾക്കും പ്രശ്നം ഉണ്ടാകുമ്പോൾ മാത്രമല്ല അത് പ്രശ്നമാകേണ്ടത്. ബാക്കിയുള്ള സ്ത്രീകളെയും അപമാനിക്കുമ്പോൾ, അത്തരത്തിലുള്ള പ്രയോഗങ്ങൾ നടത്തുമ്പോൾ അത് നമുക്കൊരു വേദനയായി തോന്നുന്നേ ഇല്ല എന്നുള്ളത് വളരെ വിഷമകരമായ അവസ്ഥയാണ്. അപ്പോഴും ഇതും വസ്ത്രധാരണവും അല്ലെങ്കിൽ ചെറിയ തമാശയും ഒക്കെ ആയിട്ട് ആളുകൾ ഇതിനെ കരുതുകയും അതിനെ അത്തരത്തിൽ പരിഹസിക്കുകയും ഒരു ആരാധക വൃന്ദം ഉണ്ടാവുകയും ഒക്കെ ചെയ്യുന്നത് വളരെ മോശമായ കാര്യം. ഇതൊരു പാഠമാണ്. ശരിക്കും പറഞ്ഞാൽ സൈബർ ഇടത്തിൽ അശ്ലീല പദങ്ങൾ കൊണ്ട് ഉപയോഗിച്ചുകൊണ്ട് ഒരു വ്യക്തിയെ ഇല്ലായ്മ ചെയ്യുന്ന ആളുകൾക്കുള്ള ഒരു പാഠം തന്നെയാണ് കോടതി ഇപ്പോൾ എടുത്തിട്ടുള്ളത്. അത്
വലിയ പ്രതീക്ഷയോടുകൂടിയാണ് ഞാൻ അടക്കമുള്ള എല്ലാവരും നോക്കി കാണുന്നത്. അത് ആൺ പെൺ വ്യത്യാസമില്ലാതെ തന്നെ കാണേണ്ടതാണ് എന്ന ഉത്തമ ബോധ്യമുണ്ട്. അദ്ദേഹം എന്തെങ്കിലും നല്ല പ്രവർത്തികൾ ചെയ്തിട്ടുണ്ടാകാം, ചെയ്തിട്ടില്ലായിരിക്കാം. അതൊന്നും ഇങ്ങനെയുള്ള വൃത്തികേടുകൾ അതിനുള്ള ലൈസൻസ് അല്ല. അതെ, അതൊക്കെ അദ്ദേഹത്തിന്റെ കച്ചവടം, അദ്ദേഹത്തിന്റെ വ്യാപാരം, ഇതൊന്നും നമ്മളെ ബാധിക്കുന്ന കാര്യമേ അല്ല. ഞാൻ എത്താം ഷാനാസ്. രാഹുൽ ഈശ്വർ നോക്കൂ, ഒരു എഴുത്തുകാരിക്ക് നേരിട്ട അനുഭവം നേരിട്ട് പറയുകയാണ്. ഒരു എഴുത്തുകാരിക്ക് നേരിട്ട അനുഭവം, ദ്വയാർത്ഥ പ്രയോഗം അവർ നേരിട്ട് പറയുകയാണ്. രാഹുൽ, ഞാൻ ഒരു സെറ്റ് അയച്ചു തരാം, ഒരു 10-60 ഞാൻ അയച്ചു തരാം. ഈ പറഞ്ഞ ബോച്ചെ പറയുന്ന വൃത്തികെട്ട വാക്കുകൾ, അത് പ്രായഭേദമന്യേ കുട്ടികളോടാവട്ടെ പ്രായമുള്ളവരോടാവട്ടെ, ഈ പറഞ്ഞ ദ്വയാർത്ഥത്തിൽ കിടന്ന് ആറാടുന്ന ബോച്ചയുടെ ഇത് ഞാൻ അയച്ചു തരാം. ഇനി കുന്തിദേവി, ഇയാൾ പറയുന്നുണ്ടല്ലോ എന്താണ് പൗരാണത്തിലെ കുന്തിദേവി അനുസ്മരിച്ചതാണെന്ന്. മറ്റൊരു നടിയെ നിർത്തി ഇയാളെ പറ്റി കുന്തിദേവി എന്നല്ല മുന്തിദേവി എന്ന് പറയേണ്ടി വരും എന്ന് പറഞ്ഞ് വൃത്തികേട് അയച്ചു തരാം. അങ്ങനെ നിരന്തരം വൃത്തികേട് മാത്രം പറയുന്ന ഒരാൾക്ക് വേണ്ടി വക്കാലത്തെടുക്കല്ലേ രാഹുലേ? അവിടെയാണ് ദയവായി ഞാനൊന്നും പറയുന്നത് ദയവായി കേൾക്കണം. എനിക്ക് 1 മിനിറ്റ് മതി. ഞാൻ എരുമേലി പള്ളിയുടെ വെളിയിലാണ്, ഇന്നായിരുന്നു ഇവിടുത്തെ പരിപാടി, അതുകൊണ്ടാണ് എനിക്ക് റേഞ്ച് കുറവുള്ളത്. ദയവായി 2 കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ബോച്ചയുടെ വക്കാലത്ത് ആരും എടുത്തില്ല, ബോച്ചയെ ആരും ന്യായീകരിച്ചില്ല. നേരെ മറിച്ച് ബോച്ചെ പറയുന്ന പ്രയോഗങ്ങൾ ശരിയല്ലെന്ന് അദ്ദേഹം കൂടി തിരിച്ചറിയണമെന്നും മാപ്പ് പറയണമെന്നും ഇതൊരു വലിയൊരു അവസരമാണെന്ന് പറയുന്ന വ്യക്തിയാണ് ഞാൻ. 2, അവിടെയാണ് നമ്മൾ പറയേണ്ടത്. ഹണി റോസിനെ ബഹുമാനപരം. ഹണി റോസ് ഇവിടെ ഒരു ഇഷ്യൂ അല്ലെന്നേ. ഹണി റോസ് അല്ല ഇവിടെ പ്രശ്നം. ഹണി റോസിന്റെ വസ്ത്രവുമല്ല പ്രശ്നം. ഹണി റോസ് അല്ല പ്രശ്നം. ഹണി റോസിന്റെ വസ്ത്രവുമല്ല പ്രശ്നം. ഒരു പരാതിയാണ്. ആ പരാതി ഇയാൾ പറയുന്ന വൈകൃത വാക്കുകളാണ്. അത് തടയണം, അതാണ് പ്രശ്നം. അത് കഴിഞ്ഞ് നമുക്ക് ആലോചിക്കാം ഹണി റോസിന്റെ ഡ്രസ് കോഡ്. അല്ല, മറുപടി പറഞ്ഞോട്ടെ. ഹണി റോസെ അല്ല പ്രശ്നമെന്ന് ശ്രീ ലാല് പറയുന്നത് വളരെ ആലോചിച്ച് ബുദ്ധിപൂർവ്വമാണ്. കാര്യം ഹണി റോസിന്റെ വസ്ത്രവും ബോച്ചയുടെ പെരുമാറ്റവും ഒരു നാണയത്തിന്റെ 2 വശങ്ങളാണെന്ന് അംഗീകരിച്ചു കഴിഞ്ഞാൽ ഹണി റോസിനെയും സോഷ്യൽ ഓഡിറ്റിന് വിധേയമാക്കേണ്ടി വരും. അങ്ങനെ വരുമ്പോൾ ഈ ലിബറലുകൾ പറയും അതിൽ കഥയില്ല രാഹുൽ. അത് ആ സത്യം നിങ്ങൾ അംഗീകരിക്കാത്തതിന്റെ കാര്യം അറിയാമോ? അങ്ങനെ അംഗീകരിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ വാദഗതിക്ക് പ്രാധാന്യം കിട്ടില്ല. അങ്ങനെ അംഗീകരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ മുമ്പോട്ട് വെക്കുന്ന നറേറ്റീവ് തകർന്നു വരും. അവിടെയാണ് ഞാൻ ഒരു വരി മാത്രം പറഞ്ഞു, ഇത് പറയുന്നത് കൂടെ കേട്ടിട്ട്. ഹണി റോസിനെ ബഹുമാന പുരസ്സരം വിമർശിക്കണം. ഇനി ഹണി റോസിനെ കോംപ്ലിമെന്റ് ചെയ്യണമെങ്കിൽ ബഹുമാന പുരസ്സരം കോംപ്ലിമെന്റ് ചെയ്യണം. ഹണി റോസ് സൗത്ത് ഇന്ത്യയുടെ മലൈക്ക അറോറയാണ്. ഒരു പോസിറ്റീവ് കോംപ്ലിമെന്റ് ആണ്. അവരത് പോസിറ്റീവായിട്ട് എടുക്കുമെന്ന് കരുതുന്നു. നേരെ മറിച്ച് നമ്മുടെ ആൺകുട്ടികളെല്ലാം വളഞ്ഞ വഴിയിൽ ഇത് പറയരുത്. ഈ കുന്തിദേവി അടക്കമുള്ള പരാമർശം പറയരുത്. ഒരു അനുഭവം കൂടി പറയാൻ പെട്ടെന്ന് അനുവദിക്കണം. എനിക്ക് അങ്ങനെ ജീവിതത്തിൽ പറ്റി ഞാൻ തിരുത്തിയൊരു തെറ്റും കൂടി പറയാം. നമ്മുടെ അഡ്വക്കേറ്റ് മിനി മാഡവും അഡ്വക്കേറ്റ് ജയശങ്കറും ഞാനും എല്ലാം കൂടെ നേരെ സിനിമയുടെ സെറ്റിൽ ഇരിക്കുമ്പോൾ അതിജീവിത എന്ന വാക്കിനോട് ചേർത്ത് വെച്ച് ഞാൻ അതിന്റെ പ്രാസമുള്ള മറ്റൊരു വാക്ക് പറഞ്ഞു. സിനിമയിൽ നല്ല പഞ്ചും കയ്യടി കിട്ടാനുള്ള ഒരു ഡയലോഗ് തന്നെയായിരുന്നു. പക്ഷെ മിനി മാഡം പറഞ്ഞു, രാഹുലെ ആ വാക്ക് ശരിയല്ല, ആ വാക്ക് ഉപയോഗിക്കരുതെന്ന്. ശ്രീ ആന്റണി പെരുമ്പാവൂരോടൊക്കെ ഉണ്ട്, അവരെല്ലാം മാഡത്തോട് എഗ്രി ചെയ്തു. രാഹുൽ, ആ വാക്ക് വേണ്ട. കാര്യം ആ വാക്കിന് ദൂരവ്യാപകമായി ചീത്ത അർത്ഥങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. ഏത് ജനുവിനായ പരാതി കൊടുക്കുന്ന കുട്ടിയുടെയും പരാതി അത് ഇല്ലാതാക്കാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞു. ഞാൻ അതിനുശേഷം എന്റെ ജീവിതത്തിലോ മാധ്യമങ്ങളിലോ ഒന്നും അത് ഉപയോഗിച്ചിട്ടില്ല. അപ്പോൾ അത്തരത്തിലുള്ള കറക്റ്റീവ് മെഷേഴ്സ് നമുക്ക് ഉണ്ടാകാൻ സാധിക്കണം. ഈ കുന്തിയുടെ പ്രയോഗത്തിലെ പ്രശ്നം എന്താ? കോളേജിലെ അടക്കം പിള്ളേർ കൂടുള്ള പെൺപിള്ളേർക്കെതിരെ വ്യാപകമായി ദുരുപയോഗം ചെയ്യും, മോശമായി സെക്ഷുവലൈസ് ചെയ്യും, കമോഡിഫൈ ചെയ്യും, ഒബ്ജക്ടിഫൈ ചെയ്യും. ആ കമോഡിഫിക്കേഷനും ഒബ്ജക്ടിഫിക്കേഷനും നിന്നു കൊടുക്കരുത് ഹണി റോസ് എന്നുകൂടിയാണ് പറയുന്നത്. അതായത് അമല പോളോ രാഹുൽ എന്തോ പറയുന്നത്? ഈ പറയുന്ന ഹണി റോസ് നിയമവിരുദ്ധമായ വസ്ത്രം ധരിച്ച് എവിടെ എങ്ങനെ നിന്നു എന്തോ ഒരൊറ്റ സംഭവം ചൂണ്ടിക്കാണിക്കാവോ? ഹാഷ്മിക്ക് ഹണി റോസിന്റെ ഡ്രസ്സ് കണ്ടിട്ട് പ്രത്യേകിച്ച് ഒന്നും തോന്നിയില്ല, അതിലെന്തെങ്കിലും പ്രശ്നമുണ്ടെന്ന് തോന്നിയില്ല എന്നുണ്ടെങ്കിൽ ഹാഷ്മി ഇമ്മീഡിയറ്റ് ആയിട്ട് ഡോക്ടറെ പോയി കാണണം. ഡോക്ടറെ പോയി കണ്ടിട്ട് രാഹുലെ താങ്കൾ ഡോക്ടറെ പോയി കാണണ്ടേ? ഹണി റോസിന്റെ വസ്ത്രം കാണുമ്പോൾ താങ്കൾക്ക് എന്തെങ്കിലും വലിയ പ്രശ്നം ഉണ്ടാവുന്നുണ്ടെങ്കിൽ, പരിഭ്രാന്തി ഉണ്ടാവുന്നുണ്ടെങ്കിൽ താങ്കൾ ആ ഡോക്ടറെ പോയി കാണണ്ടേ? എന്റെ മനോനിലയ്ക്ക് ഒരു പ്രശ്നവും. എന്റെ പൊന്നു രാഹുൽ, താങ്കൾ കോവളം ബീച്ചിലൊന്നും പോവല്ലേ? എന്റെ പൊന്നു രാഹുൽ, താങ്കൾ ആ കോവളം ബീച്ചിലൊന്നും പോവല്ലേ? ആ കടലിലേക്ക് എടുത്ത് ആത്മഹത്യ ചെയ്യും. ശരീരത്തിലെ ചില ഭാഗങ്ങൾ അമിതമായി പ്രദർശിപ്പിക്കുന്നതാണ്. ഞാൻ പറയുന്നത് ആ കോവളം ബീച്ചിലോട്ടൊന്നും പോവല്ലേ? ഞങ്ങൾ സാധാരണക്കാരാണ്. ഹാഷ്മി ഒരു പക്ഷേ മറ്റേ സിദ്ധനായിരിക്കും, ഹാഷ്മി യോഗി ആയിരിക്കും. ഞങ്ങളൊക്കെ സാധാരണക്കാരാണ്. ഞങ്ങൾക്കൊക്കെ തോന്നാറുണ്ട്. ഒരു സാധാരണക്കാർക്കും തോന്നാറില്ല രാഹുൽ. അതെന്തോ പ്രശ്നമാണ്, അതെന്തോ ആരോഗ്യ പ്രശ്നമാണ്, അതെന്തോ മനോനില പ്രശ്നമാണ്. ചികിത്സിക്കണം രാഹുൽ, അത് ചികിത്സിക്കേണ്ടതാണ്. ഹണി റോസിനെ അല്ല പറയുന്ന ഹാഷ്മിയാണ്. ഒരു വരി
ഹണി റോസ് വരും, ആൾക്കാർ ഓടിക്കൂടുന്നത് സുകുമാർ റീകോഡിന്റെ പ്രസംഗം കേൾക്കാനോ കാരശ്ശേരി മാഷിന്റെ പ്രസംഗം കേൾക്കാനോ ആണല്ലോ. അങ്ങനെയാണല്ലോ ഹണി റോസ് വരുമ്പോ സുകുമാർ റീകോഡിന്റെ വേദാന്ത പരിചയവും കാരശ്ശേരി മാഷിന്റെ മതസൗഹാർദ്ദവും ഗാന്ധിയും കേൾക്കാന്ന് പറഞ്ഞാണല്ലോ ആൾക്കാർ ഓടിക്കൂടുന്നത്. ആരെയാ കണ്ണടച്ച് പറ്റിക്കുന്നത്? അപ്പൊ ഓടിക്കൂടുന്നത് ഹണി റോസിന്റെ കുറ്റമാണോ? സാറേ, ഓടിക്കൂടുന്നവർക്ക് വേറെ ഉദ്ദേശം ഉണ്ടെങ്കിൽ അവര് ഈ പറഞ്ഞ രാഹുൽ ഈശ്വർ പറഞ്ഞതുപോലെ എന്തോ കണ്ടങ്ങ് പരിഭ്രാന്തരാൻ വരുന്നതാണെങ്കിൽ ഹണിയുടെ കുറ്റമാണോ അവരുടെ കുറ്റമാണോ? അല്ല, ഹണിയുടെ മണ്ടയ്ക്ക് വെക്കണോ കുറ്റമെല്ലാം കൂടെ? അങ്ങനെയാണ് എന്ത് സാധാരണക്കാര്? ഏത് സാധാരണക്കാര്? സണ്ണി ലിയോൺ വന്നപ്പം കൊച്ചി ആൾക്കാരെ ഓടിക്കൂടിയത് സണ്ണി ലിയോൺ വേദാന്തം പറയുമെന്ന് വിചാരിച്ചിട്ടാണോ? അല്ല, സത്യസന്ധമായ കാര്യങ്ങൾ കാണണ്ടേ? സ്ത്രീ സെക്ഷുവലൈസ് ചെയ്യുന്ന ഒരു സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. എന്നെ ഒഴിക്കരുത്. ലാൽ നോക്കൂ, നിയമവിരുദ്ധമായ എന്താ പറയുക, രാഹുൽ പറയുന്ന വാദങ്ങൾ അത്രയും നിയമവിരുദ്ധ വാദങ്ങളാണ്. അത് പിന്നെയും ആവർത്തിക്കുകയാണ്. അത് പിന്നെയും ആവർത്തിക്കുമ്പോൾ ഈ പറയുന്ന കേസും അത്തരക്കാരെ തിരുത്തിക്കളയും, കമന്റ് ബോക്സിലൊക്കെ തിരുത്തിക്കളയും എന്ന് വെറുതെ വ്യാമോഹിക്കണോ ലാൽ? നോക്കൂ, എൻ്റെ ആദ്യത്തെ സ്ട്രെച്ചിൽ ഞാൻ പറഞ്ഞത് അന്യായമാണെന്ന് എങ്ങനെ പറയാൻ പറ്റും? ഇവിടുത്തെ വിഷയം ബോച്ചയല്ലേ? ആ ബോച്ചയിൽ നിന്ന് ഹണി റോസിലേക്ക് കൊണ്ട് കെട്ടുന്നിടത്ത് മാത്രമേ രാഹുൽ ഈശ്വറിന് പോയിന്റ് ഉള്ളൂ. രാഹുൽ ഈശ്വർ പോയിന്റ് പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ അത് ഹണി റോസ് എന്ന് പറയുന്ന ആളുടെ ഡ്രസ്സിൽ മാത്രമേ രാഹുൽ ഈശ്വറിന് പോയിന്റ് ഉള്ളൂ എന്നുള്ളതാണ് പ്രശ്നം. നമ്മൾ പറയുന്ന വിഷയം യഥാർത്ഥത്തിൽ ഈ സബ്ജക്ട് മാറ്റർ ഓഫ് ദ ഡിബേറ്റ് ബോച്ചയായി കഴിഞ്ഞാൽ രാഹുൽ ഈശ്വർ ഈ ചർച്ചയ്ക്ക് ആവശ്യമില്ല. അതാണ് സത്യം. രാഹുൽ ഈശ്വറിന് ഈ സമയത്ത് ഇവിടെ നടക്കുന്ന രാഷ്ട്രീയ കേരളത്തിൽ നടക്കുന്ന, സാമൂഹിക കേരളത്തിൽ നടക്കുന്ന, കോടതി മുമ്പാകെ നടക്കുന്ന വിഷയം മനസ്സിലായിട്ടില്ല. ഈ പറയുന്ന ഹണി റോസ് എന്നൊരു പരാമർശം കോടതിയുടെ ഭാഗത്തുനിന്ന് വന്നിട്ടില്ല. ബോച്ചയ്ക്കെതിരെയാണ് ഹൈക്കോടതി പോലും ഇന്ന് ഒരു പാസിംഗ് റിമാർക്ക് നടത്തിയിരിക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഹണി റോസ് എന്ന് പറയുന്ന ഒരു വിഷയമേ അല്ല ഇവിടെ. ഇതാണ് ഇവിടുത്തെ അടിസ്ഥാനപരമായ. ഞാനൊന്ന് പറഞ്ഞു തീർക്കട്ടെ, ഞാനൊന്ന് പറയട്ടെ, ഞാൻ പറയാം. പ്ലീസ് ഡോണ്ട് ഇന്ററപ്റ്റ്. താങ്കൾ സംസാരിച്ചപ്പോൾ ഞാൻ ഇടപെട്ടില്ല. എനിക്ക് ആ ശീലവും ഇല്ല. ഞാൻ പറയുന്ന കേൾക്കൂ. എനിക്കറിയാം ഞാൻ എന്താ പറയുന്നതെന്ന്. ഞാൻ പറയുന്നത് കേൾക്കൂ. ഇവിടെ സംഭവിച്ചിരിക്കുന്നത് എന്താ? ഈ പറയുന്ന ഹണി റോസിലേക്ക് കൊണ്ടുവന്ന് മുട്ടിക്കുക. ഇതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുക. ഞാൻ പറഞ്ഞ സാധനത്തിനകത്ത് പുള്ളി അതിനെ വീണ്ടും പറയുന്നു എന്നുള്ളതാണ് ഇവിടുത്തെ അടിസ്ഥാനപരമായ പ്രശ്നം. നോക്കൂ, ഇവിടെ ഞാൻ ഒരാള് നിങ്ങൾ ഈ രീതിയിൽ ഒരു ഡിബേറ്റിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിച്ചാൽ അവർക്ക് മൗലികമായുള്ള അവകാശം അവരെങ്ങനെ പ്രകടിപ്പിക്കണം? ഇപ്പൊ രാഹുൽ ഈശ്വർ പറഞ്ഞ ഒരു വിഷയത്തിൽ വെച്ച് തന്നെ ഞാൻ മറുപടി ചെയ്യാം. രാഹുൽ ഈശ്വറിന്റെ 2 ദിവസം ഡിബേറ്റ് ഞാൻ കണ്ടു. രാഹുൽ ഈശ്വർ പറഞ്ഞ വാദം എന്താ? ഒരു സിനിമാ നടിയെ കോട്ട് ചെയ്ത് അദ്ദേഹം പറഞ്ഞ വാക്കാണ്, ഞാൻ പറയല്ല, ഞാൻ പറഞ്ഞെന്നറിഞ്ഞാൽ പ്രശ്നം ഉണ്ടാകാൻ സാധ്യതയുണ്ട്, അതുകൊണ്ട് ഒരു സിനിമാ നടിയെ കോട്ട് ചെയ്യുന്നു. എന്തിനാണെന്നറിയാം അങ്ങനെ കോട്ട് ചെയ്യുന്നത്? രാഹുൽ ഈശ്വരൻ അറിയാം, രാഹുൽ ഈശ്വരൻ നേരിട്ടത് പറഞ്ഞാൽ ലീഗൽ കോൺസിക്വൻസ് ഉണ്ടാവുന്നു. അതിൽ നിന്ന് രക്ഷപ്പെടാനാ ഈ പറഞ്ഞ സാധനങ്ങൾ രാഹുൽ ഈശ്വർ നേരിട്ടെന്ന് പറയട്ടെ. അവരുടെ മൗത്തിൽ കൂടി അല്ലാതെ രാഹുൽ ഈശ്വർ നേരിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ലീഗൽ കോൺസിക്വൻസ് ഉണ്ടാകുമെന്ന് രാഹുൽ ഈശ്വറിന് അറിയാവുന്നതുകൊണ്ട് രാഹുൽ ഈശ്വർ വേറൊരാളുടെ ഷീൽഡ് ഉപയോഗിക്കുന്നു. ഇതാണ് സത്യം. എന്തുകൊണ്ട് ഷീൽഡ് ഉപയോഗിക്കുന്നു? ലീഗൽ കോൺസിക്വൻസ് ഒഴിവാക്കാൻ. അവിടെ നിൽക്കട്ടെ. നോക്കൂ, ലീഗൽ കോൺസിക്വൻസ് എങ്ങനെ വരും? ഇദ്ദേഹം പറയുന്നത് വളരെ മാന്യമായ, അല്ലെങ്കിൽ ഈ പറയുന്ന വിമർശനം വളരെ ന്യായമായ ആർട്ടിക്കിൾ 19(1)A ഫ്രീഡം ഓഫ് എക്സ്പ്രഷന്റെ കീഴിൽ വരുന്നതാണ് എങ്കിൽ ഇങ്ങനെ കവർ ചെയ്യേണ്ട കാര്യമില്ലല്ലോ രാഹുൽ ഈശ്വറിന്. ഉണ്ടോ? വേറൊരാളുടെ പ്രൊട്ടക്ഷൻ ഷീൽഡ് ഉപയോഗിക്കാതെ നേരിട്ട് പറഞ്ഞുകൂടെ? അതെന്നാ പറയാത്തത്? അപ്പം ലീഗൽ കോൺസിക്വൻസ് ഉണ്ടാവും. ലീഗൽ കോൺസിക്വൻസ് ഉണ്ടാകാനുള്ള കാര്യം എന്താ? നമ്മുടെ നിയമ സംവിധാനം പറയുന്നു നമ്മൾ അങ്ങനെ പറയാൻ പാടില്ല. നമ്മളെ നിയമ സംവിധാനം ലീഗൽ കോൺസിക്വൻസ് ഒരാൾക്ക് ഉണ്ടാവുമെങ്കിൽ അത് നിയമ സംവിധാനം നമ്മളോട് പറയുന്നു അങ്ങനെ പറയാൻ പാടില്ല എന്ന് പറയുന്നുണ്ടെങ്കിൽ നമ്മളത് പറയാൻ പാടില്ല. അതിന് വേറൊരാളുടെ മൗത്തിൽ കൂടെ ഞാൻ പറഞ്ഞതല്ല എന്ന് പറയുന്നതിൻ്റെ ഉദ്ദേശശുദ്ധി ശരിയല്ല. അത് നിങ്ങൾക്ക് പിടിയിട്ടില്ലാത്തതുകൊണ്ട് ഇങ്ങനെ തന്നെയാണ് പറയുന്നത്. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് ഈ നാട്ടിൽ നടക്കുന്ന ഡിബേറ്റ് വളരെ കൃത്യമാണ്. അവർക്ക് എന്ത് ധരിക്കണം എന്നുള്ള ഒരു കാര്യമുണ്ട്. ഇന്നലെ രാഹുൽ ഈശ്വർ ഉപയോഗിച്ചൊരു വാക്കാണ് മൊറാലിറ്റിക്ക്. ആർട്ടിക്കിൾ 19(2) മൊറാലിറ്റി എന്ന് പറയുന്നത് നോക്കണം, അല്ലെങ്കിൽ കുറേ കാര്യങ്ങൾ നോക്കേണ്ടതായിട്ടുണ്ട്. അവിടെ ആ ലിമിറ്റേഷനകത്ത് ഡീഫമേഷൻ എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്. നിങ്ങൾക്ക് ഒരു സ്ത്രീയോ ഒരാളെയോ ഡീഫെയിം ചെയ്യാനുള്ള സാധനം നിങ്ങൾക്കില്ല. നിങ്ങളുടെ ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളെ ഡീഫെയിം ചെയ്യാനുള്ള അധികാരമല്ല, അവകാശമല്ല. ഫെയർ ക്രിറ്റിസിസം എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. ആ ഫെയർ ക്രിറ്റിസിസത്തിൻ്റെ എല്ലാ മാനങ്ങളും ലംഘിച്ച്, എല്ലാ സീമകളും ലംഘിച്ച് ശുദ്ധ വൃത്തികേടാണ് ഈ നാട്ടിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇപ്പം ആ ശുദ്ധ വൃത്തികേടാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നതെന്ന് ഞാൻ പറയുന്നത് എനിക്കും അറിയാം, കേൾക്കുന്നവർക്കും അറിയാം, പറയുന്നവർക്കും അറിയാം. പക്ഷേ വീണ്ടും വീണ്ടും അത് മാനുഫാക്ചർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാര്യം എന്താ? അങ്ങനെ ആണെങ്കിൽ മാത്രമേ ഡിബേറ്റ് നടക്കൂ എന്നുള്ളതാണ്. അതാണ് ഇവിടുത്തെ അടിസ്ഥാനപരമായ പ്രശ്നം. നമ്മൾ മനസ്സിലാക്കേണ്ടത് നോക്കൂ, ബോച്ചയിൽ എന്ന് പറയുന്ന ആ സബ്ജക്ട് മാറ്ററിൽ നിന്നും മാറി എപ്പോൾ ഹണി റോസിൽ കൊണ്ട് മുട്ടിച്ചോ
അപ്പൊ ഡിബേറ്റ് ഫെയിലിയറായി. കാര്യം എന്താ? ഡിബേറ്റിന്റെ ഒരു ഇഫക്റ്റ് ഇല്ലാതായി മാറും ആ സാധനം. അത് ഇഫക്റ്റ് ഇല്ലാതായി മാറാനും ഈ പറയുന്ന ബോച്ചയെ സംരക്ഷിക്കാനും ബോച്ചയെ പറഞ്ഞു കൂട്ടിയിരിക്കുന്ന ഈ നാട്ടിൽ ഇത്ര നാൾ പറഞ്ഞു കൂട്ടിയിരിക്കുന്ന വൃത്തികേടുകളെ ജസ്റ്റിഫൈ ചെയ്ത് ആ പൊസിഷനെ റിഡ്രസ് ചെയ്തെടുക്കാനുള്ള ഏറ്റവും തന്ത്രപരമായ മാർഗമാണ് ഒരു ലേഡിയുടെ പേരും അവരുടെ വസ്ത്രധാരണവും ഈ വിഷയം അടിസ്ഥാനമാക്കി വരുന്നത്. അതല്ലാതെ ഒരു കാരണവശാലും ഇതൊരു സബ്ജക്ട് മാറ്റർ അല്ല. ഇങ്ങനെ എന്നെ കേൾക്കുന്നവർ വ്യക്തമായി മനസ്സിലാക്കേണ്ട കാര്യമാണ്, ഇവിടുത്തെ വിഷയം ബോച്ചയാണ്. അദ്ദേഹത്തിന്റെ നാവാണ് ഇവിടുത്തെ വിഷയം. കോടതി പരിശോധിക്കാൻ പോകുന്നതും അവിടുത്തെ നാവാണ്. ഒരു കാര്യം കൂടെ പറഞ്ഞത്, ഇവിടുത്തെ സിനിമകൾ വരുന്നു, സിനിമകളിനകത്ത് എക്സ്പോസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ വരുന്നു. ഐറ്റം നമ്പർ എന്ന് പറയുന്ന ഒരു സാധനം കൊണ്ടിരുന്നു. സ്ത്രീകൾ എക്സ്പോസ്ഡ് ആയിട്ട് ഡാൻസ് കളിക്കുന്നു. നിങ്ങളുടെ മുന്നിൽ എങ്ങനെയാണ് ഹണി റോസ് എന്ന് പറഞ്ഞൊരു വ്യക്തി വരുന്നത്? അവരും ഈ പറയുന്ന TV കൂടോ അല്ലെങ്കിൽ ഒരു ഫോട്ടോഗ്രാഫിൽ കൂടോ വരുന്നത്. അപ്പൊ ആ പൊസിഷനിൽ ഒരു നീതിയും ഈ പറയുന്ന ആൾക്കാർക്ക് ഐറ്റം നമ്പർ കിടുവായിരുന്നു പറയാൻ കുഴപ്പമില്ല. അതെന്നാ? അപ്പൊ ചുരുക്കത്തിൽ പറഞ്ഞാൽ ഇത് ഒരു ഫോൾസ് കോൺസെപ്റ്റാണ്. ആ ഫോൾസ് കോൺസെപ്റ്റ് നമ്മുടെ മുന്നിൽ വെക്കുന്ന നറേറ്റീവാണ്. കാര്യം ഹണി റോസ് എന്ന് പറയുന്ന ഒരു വ്യക്തിയെ വെച്ച് അതുകൊണ്ടാണ് സത്യത്തിൽ ഗുണമാണ്. സ്ട്രാറ്റജിയാണല്ലേ രാഹുൽ? ലാൽകുമാർ പറഞ്ഞ 100% ശരിയല്ലേ? ഭാഗത്തോട് യോജിപ്പാണ്. എനിക്ക് ഇല്ല, ഇതിൽ ആദ്യ ഭാഗവും രണ്ട് ഭാഗവും ഇല്ല. ഇവിടെ ആകെയുള്ളത് എന്താണ്? ഇവിടെ ആകെയുള്ളത് ഗതികെട്ട ഒരു അഭിനേത്രി ഇയാൾ പറയുന്ന വൃത്തികേടിനെതിരെ പോയി പോലീസിലേക്ക് പോകുന്നു. അതിൽ ബോബി കുറ്റക്കാരെന്ന് കണ്ടെത്തുന്നു, അറസ്റ്റ് ചെയ്യുന്നു, കോടതി ജാമ്യം ഇവിടെ അകത്ത് കിടക്കുന്നു. അത് മാത്രമേ ഉള്ളൂ വിഷയം. ഇത് രണ്ട് വിഷയം, രണ്ട് ഭാഗത്തില്ല. യോജിക്കൂ. ലാല് പറഞ്ഞതിനോടൊന്ന് യോജിച്ചോട്ടെ. ലാല് പറഞ്ഞു ഫറാഷിബിലെ കോട്ട് ചെയ്താണ് ഞാൻ പറയുന്നത് സത്യമാണ്. രാഹുൽ ഈശ്വർ പറഞ്ഞ അകത്ത് കിടക്കും, ഫറാഷിബിലെ പറഞ്ഞാൽ അത് ഓക്കെയാണ്. ഫറാഷിബിലയുടെ പേരിൽ ആ വിമർശനം പറഞ്ഞാലോ ഫറാഷിബിലയുടെ വാക്കുകൾ കോട്ട് ചെയ്താലോ പ്രശ്നമില്ല. പക്ഷേ ഇതേ വിമർശനം പുരുഷനായ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ സ്ത്രീവിരുദ്ധനായി. അതെന്താ അങ്ങനെ? ഈ നാടിന്റെ ഗതികേടാണ്. സ്ത്രീക്ക് പുരുഷനെതിരെ കള്ളക്കേസ് കൊടുക്കാം, നിവിൻ പോളിക്കെതിരെ കള്ളക്കേസ് കൊടുക്കാം. എന്നാൽ കള്ളക്കേസാണെന്ന് തെളിഞ്ഞിട്ട് ആ പെൺകുട്ടിക്കെതിരെ എന്തെങ്കിലും പരാതി എടുത്തോ? ഉമ്മൻചാണ്ടി സാറിനെതിരെ കള്ളക്കേസാണ് സരിത കൊടുത്തതെന്ന് തെളിഞ്ഞു, സരിതയ്ക്കെതിരെ കേസെടുത്തോ? ഈ നാട്ടിൽ ആണുങ്ങൾക്ക് യാതൊരു രക്ഷയില്ല. അല്ലെങ്കിൽ മുള്ളി വീണാലും മുള്ളു വന്ന് ഇലയെ വീണാലും ആണുങ്ങൾ ജയിലിൽ പോകേണ്ട അവസ്ഥയാ. അവിടെയാണ് പറയുന്നത്. ശ്രീ ലാൽ ആദ്യം പറഞ്ഞ ഭാഗം കറക്റ്റാണ്. ഇതിന് ഒരു വരി മാത്രം. ഇത് ഹണി റോസിന്റെയും നമ്മുടെ ബോച്ചയുടെയും കേസല്ലേ? ഇത് ഹണി റോസ് വേഴ്സസ് ബോച്ചയല്ലേ? ബോച്ച മാത്രമേ ഉള്ളൂ. ബോച്ചെ വേഴ്സസ് ഹണി റോസ് അല്ലേ? അത് വേണ്ടേ? അത് നമ്മൾ കാണണ്ടേ? ഹണി റോസിന്റെ വാദഗതികളും ബോച്ചയുടെ വാദഗതികളും ഡിസ്കസ് ചെയ്യണ്ടേ? അപ്പൊ ഹണി റോസിനെ മാറ്റുന്നതിലുള്ള ഗോവിന്ദചാമി കുന്നുകളഞ്ഞ പെൺകുട്ടിയില്ലേ? ആ യുക്തിപ്രകാരം ആ പെൺകുട്ടി എന്തോ കാണിച്ചെന്ന് പറയാമല്ലോ രാഹുലെ? ഗോവിന്ദചാമി ക്രൂരമായി റേപ്പ് ചെയ്ത് കൊന്നുകളഞ്ഞൊരു പെൺകുഞ്ഞില്ലേ, ഒരു പെൺകുട്ടിയില്ലേ? താങ്കളുടെ യുക്തി ഒന്നുകൂടെ എക്സ്റ്റെൻഡ് ചെയ്താൽ ആ പെൺകുട്ടി എന്തോ കാണിച്ചു, അതുകൊണ്ട് ഗോവിന്ദചാമിക്ക് അതിനുള്ള ലൈസൻസ് ഉണ്ട് എന്ന വാദം ഉന്നയിക്കാമല്ലോ. എന്ന് ആരെങ്കിലും പറയുന്നുണ്ടോ? ബോച്ചെ ഒരാളെങ്കിലും ന്യായീകരിച്ചോ? ഹാഷ്മി സത്യസന്ധമായി പറയണം. കേരളത്തിൽ ഒരാളെങ്കിലും ബോച്ചെ ചെയ്തത് ശരിയാണ്, ഓക്കെ ആണെന്ന് പറയുന്നത് കേട്ടോ? താങ്കൾ നിരന്തരം ചെയ്യുകയാണ്. ഇത് ഒരു നാണയത്തിന് രണ്ടു വശം എന്ന് പറഞ്ഞ അർത്ഥം എന്താ? ചെയ്തത് തെറ്റാണ്, ബോച്ചെ മാപ്പ് പറയണം. ഒരു നാണയത്തിന് രണ്ടു വശം എന്ന് പറഞ്ഞ അർത്ഥം എന്താ? ഒരു നാണയത്തിന് രണ്ടു വശം എന്ന് പറഞ്ഞ അർത്ഥം എന്താ രാഹുലെ? ഇരയ്ക്കൊപ്പം ഉടലും വേട്ടക്കാരൊപ്പം കുതിക്കലുമാണ്. തെറ്റാണ്, തെറ്റാണ്, തെറ്റാണ്. ബോച്ചെ ചെയ്തത് തെറ്റാണ്, തെറ്റാണ്, തെറ്റാണ്. പക്ഷെ 3 വർഷം ജയിലിലിടുന്ന കാര്യമില്ല. ബോച്ചെ മാപ്പ് പറയണം എന്ന് പറഞ്ഞ ബോച്ചെ ന്യായീകരിക്കലാണോ? പക്ഷെ നിങ്ങൾക്ക് ഹണി റോസിനെ ഒന്ന് ഒരു വിരൽ കൊണ്ട് വിമർശിക്കാൻ പോലും പേടിയാണ്. വിമർശിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ നിങ്ങളെ തള്ളി പറയും. അതിപ്പോൾ പ്രസക്തമല്ല കാര്യമില്ല. അതുകൊണ്ടാണ് ലാൽ അങ്ങനെയല്ലേ? ഒരു കാര്യം പറയട്ടെ. ഇവിടെ രാഹുൽ ഈശ്വർ വീണ്ടും ബ്രില്യൻ്റ് ആയിട്ട് വേറെ സാധനം ചെയ്തു. ഒരു സ്ത്രീയെ ഒരു സ്ത്രീയുമായിട്ട് കണക്ട് ചെയ്തു. നോക്കൂ, ഒരു ഉദാഹരണം. ഔട്ട്റേജിങ് ദ മൊഡസ്റ്റി ഓഫ് എ വുമൺ അല്ലെങ്കിൽ റേപ്പ്. ഒരു സ്ത്രീക്ക് സ്ത്രീയെ ചെയ്യാൻ പറ്റുമോ? പുരുഷനെ ചെയ്യാൻ പറ്റൂ. പുരുഷൻ ചെയ്യുന്നതിന് ലീഗൽ കോൺസിക്വൻസ് വേറെയാണ്. അത് അങ്ങനെ തന്നെയാണ്. ഒരാൾക്ക് ഒരു സെക്ഷൽ റിമാർക്ക് നടത്തുന്നു, അത് സെക്ഷൽ റിമാർക്ക് ആകുന്നത് എങ്ങനെയാണ്? ഒരു സ്ത്രീ ഒരു സ്ത്രീയോട് പറയുക, പ്രശ്നമാകത്തില്ല. പക്ഷേ നിങ്ങൾ പറഞ്ഞാൽ ലീഗൽ കോൺസിക്വൻസ് ഉണ്ട്. അതിന് പ്രത്യേകിച്ച് നിങ്ങൾക്ക് അതിനകത്ത് ഓടി മരിക്കാനൊന്നും പറ്റില്ല. അത് ഞാൻ ചെയ്താലും രാഹുൽ ഈശ്വർ ചെയ്താലും അങ്ങനെയാണ്. നിയമം അതാണ് പറയുന്നത്. നിയമം അങ്ങനെ പറയുന്നതിന് കാര്യം എന്താ? അങ്ങനെയാണ് ഈ നാട്ടിൽ നടക്കുന്നത്. ഇപ്പം രാഹുൽ ഈശ്വർ പറഞ്ഞ എന്താ വിമർശനങ്ങളെ കുറിച്ച് ശ്രീമതി ഭാഗ്യലക്ഷ്മി, സോ ഫാർ സോ ഗുഡ്, നല്ല കാര്യം എന്ന് പറയുമ്പോഴും ഈ ഹണി റോസ് എന്ന് പറയുന്ന വ്യക്തി ഒരു പ്രിവിലേജ് ഉള്ള വ്യക്തിയാണ് എന്ന് പറഞ്ഞാൽ ഇൻസ്റ്റാഗ്രാമിൽ ഒരു പോസ്റ്റ് ഇട്ടാൽ അത് വാർത്തയാകും. മുഖ്യമന്ത്രിയോട് സംസാരിക്കാൻ കഴിയും. മുഖ്യമന്ത്രി നേരിട്ട് ഹണി റോസിന് ഇക്കാര്യത്തിൽ നീതി നൽകുമെന്ന് ഉറപ്പാക്കും. പോലീസ് സ്റ്റേഷനിലേക്ക് പോകും, അറസ്റ്റ് ചെയ്യും. ഒക്കെ നല്ല കാര്യം, അങ്ങനെ ഉണ്ടാവണം.
ഇത്രയും പ്രിവിലേജ് ഇല്ലാത്ത ആളുകളുണ്ട്. ഇതിപ്പോൾ ആദ്യത്തെ സൈബർ അതിക്രമമൊന്നും അല്ലല്ലോ, ആദ്യത്തെ വൈകൃത വർത്താനമല്ല. ഇത്തരം വൈകൃത വർത്താനങ്ങൾക്കെതിരെ നൂറ് കണക്കിന് പരാതികൾ പോലീസ് സ്റ്റേഷനിലേക്ക് പോകുന്നുണ്ട്. അതിലൊക്കെ കാര്യക്ഷമമായ ഇടപെടൽ ഉണ്ടാകുന്നു ഇത് ഇപ്പോഴും പറയാനായോ ശ്രീമതി ഭാഗ്യലക്ഷ്മി? ഇത് ഇതുവരെ പല ആളുകൾക്കും അങ്ങനെയുള്ളൊരു പെട്ടെന്നുള്ളൊരു നടപടി ഉണ്ടായിട്ടില്ല. ഇപ്പം എനിക്ക് എൻ്റെ ഏറ്റവും ഒടുവിൽ വന്ന ഒരു സൈബർ അറ്റാക്ക് അല്ലെങ്കിൽ ഒരു യൂട്യൂബറുടെ വിഷയത്തിലാണ് സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് അങ്ങേയറ്റം ഒരു ആത്മവിശ്വാസം തരുന്ന ഒരു സമീപനം എനിക്കുണ്ടായത്. അതിന് മുൻപ് ഞാൻ കുറേയധികം പരാതികൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിനൊന്നും എനിക്ക് അങ്ങനെ ഒരു റിസൾട്ടൊന്നും കിട്ടിയിട്ടില്ല. പക്ഷേ ഏറ്റവും ഒടുവിൽ ഈ പറയുന്ന രീതിയിൽ എനിക്ക് പെരുമാറേണ്ടി വന്നപ്പോൾ അതിൽ നിന്ന് എനിക്ക് സർക്കാർ തന്ന അല്ലെങ്കിൽ പോലീസുകാർ തന്ന വലിയൊരു സപ്പോർട്ടിന് ശേഷം ഇപ്പം എനിക്ക് നേരെ ഒരു അറ്റാക്ക് അങ്ങനെ ഉണ്ടാകുന്നില്ല. അപ്പോൾ അതുകൊണ്ട് എന്താ ഇപ്പോൾ ഹണി റോസിന് കിട്ടിയിരിക്കുന്ന ഈ പ്രിവിലേജ് എന്ന് തന്നെ വേണമെങ്കിൽ എല്ലാവർക്കും കരുതാം. അങ്ങനെയാണെങ്കിൽ പോലും നാളെ ഒരു സാധാരണ വ്യക്തിക്ക് ഈ പുരുഷന്മാരും സമൂഹ മാധ്യമങ്ങളിൽ കൂടി പല രീതിയിലുള്ള അറ്റാക്ക് നേരിടുന്നുണ്ട്. പക്ഷെ താരതമ്യേന സ്ത്രീകളാണ് ഏറ്റവും അധികം നേരിടേണ്ടി വരുന്നത്. അപ്പോൾ ഈ സ്ത്രീകൾ, സാധാരണക്കാരായ സ്ത്രീകൾക്ക് ഒരു റെഫറൻസായിട്ട്, ഒരു ഉദാഹരണമായിട്ട് എന്താ അവർക്ക് കിട്ടി, ഞങ്ങൾക്ക് എന്തുകൊണ്ട് ഇതായിക്കൂടാ എന്ന് ചോദിക്കാനുള്ളൊരു വലിയൊരു പ്ലാറ്റ്ഫോമും കൂടിയാണ് ഇപ്പോൾ തുറന്നു കൊടുത്തിരിക്കുന്നത്. ഒരുപാട് സെലിബ്രിറ്റീസ് ഇങ്ങനെയുള്ള സോഷ്യൽ മീഡിയ അറ്റാക്ക് കാരണം പലരും പരാതിപ്പെട്ടിട്ടുണ്ട്. ഇപ്പം നമുക്ക് എല്ലാവർക്കും അറിയാം, നടി പ്രവീണയുടെ ഒരു വിഷയം. അവരെത്രയോ നാളുകളായിട്ട് ഇങ്ങനെ പരാതി കൊടുക്കുന്നുണ്ടായിരുന്നു. പക്ഷേ അവരുടെ കാര്യത്തിൽ ഇപ്പോഴും ഒരു പ്രതിവിധി ആയിട്ടില്ല എന്നാണ് എനിക്കറിയാൻ സാധിച്ചത്. അതുപോലെയുള്ള എത്രയോ പേര്, പലരും, ഒരുപാട് പേര് ഇത് നിയമത്തിൻ്റെ വഴിക്ക് പോകുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ എത്ര പേർക്കെതിരെ നമുക്ക് കേസ് കൊടുക്കാൻ പറ്റും? ഒരാൾക്കെതിരെ കൊടുക്കാം, 2 പേർക്കെതിരെ കൊടുക്കാം. പക്ഷേ ആ ഒരാൾ ഉന്നതനാകുമ്പോൾ സാധാരണക്കാരനും ഉന്നതനും ആ ഭയം ഉണ്ടാകും. ആ ഒരു മെസ്സേജ് പോലീസും കോടതിയും സർക്കാരും സാധാരണക്കാരന് കൊടുക്കുന്നുണ്ട് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. ശരി, ശ്രീമതി സോയ ജോസഫ്, ഇവിടെ ഞാൻ എനിക്കുള്ളൊരു വ്യക്തിപരമായ അനുഭവം പറയാം. അതായത് നമുക്ക് ഈ പറഞ്ഞ സൈബർ അതിക്രമങ്ങൾ പുതുമയല്ല, ഒരുപാട് ഉണ്ടാകുന്നുണ്ട്. എനിക്കെതിരെ വ്യക്തിപരമായി പറയുന്ന കാര്യങ്ങൾ ഞാൻ പുല്ലുവില പോലും കൊടുക്കാറില്ല. പക്ഷേ അതും കിടന്ന് നമ്മുടെ വീട്ടുകാരിലേക്ക് പോകുമ്പോൾ നമുക്ക് മിണ്ടാതിരിക്കാൻ കഴിയില്ല. അത്തരത്തിൽ എന്തോ ഒരു കുതിരപ്പന്തി എന്ന് പറയുന്ന ഒരു വൃത്തികെട്ടവൻ അവൻ്റെ വീട്ടിൽ പറയുന്ന വൈകൃത വാക്ക് ഉപയോഗിച്ചുകൊണ്ട് പറയുന്നു. ഞാനൊരു പരാതി തയ്യാറാക്കിക്കൊണ്ട് തൃക്കാക്കര ACP ശ്രീമാൻ PV ബേബിക്ക് മുന്നിലേക്ക് പോകുന്നു. ന്യൂ ഇയറിന് 2 ദിവസം മുമ്പാണ്. അദ്ദേഹം പരാതി കണ്ടു, അത് പരാതി സ്വീകരിച്ച് റെസിപ്റ്റ് തരുന്നു. ന്യൂ ഇയറിൻ്റെ തിരക്കാണല്ലോ, പോലീസുകാരൊന്നുമില്ല. ഓക്കെ, ന്യൂ ഇയർ കഴിഞ്ഞ് നോക്കുമ്പോഴും ഈ വൃത്തികെട്ടവനിട്ട ഈ പറയുന്ന കമൻറ്റുകൾ പ്രചരിക്കുന്നു. അത് വീട്ടുകാരുടെ ഫോണിലേക്ക് ആരൊക്കെ അയച്ചു കൊടുക്കുന്നു. ഞാൻ വിളിക്കുന്നു, ACP സാറേ ആ കമൻറ്റ് ഇവിടെ കിടക്കണം, ഒന്ന് ഡിലീറ്റ് ചെയ്യിക്കാനുള്ള വകുപ്പ് ചെയ്യാമോ ചോദിക്കുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ SHO സ്റ്റേഷൻ ഇങ്ങോട്ട് വിളിക്കുന്നു. അതായത് ഇയാളുടെ നമ്പർ വേണം എന്ന് പറഞ്ഞാൽ ഈ വൃത്തികെട്ടവൻ, ഈ കമൻറ്റ് ഇട്ട വൃത്തികെട്ടവൻ നമ്പർ ഒന്ന് എടുത്ത് തരാമോ എന്നാണ് SHOയുടെ ചോദ്യം. പോലീസ് ചെയ്യേണ്ട പണി ഞാൻ ചെയ്യുകയാണ്. ഞാൻ അയാളുടെ നമ്പർ എടുത്ത് കൊടുക്കുകയാണ്. അവർ വിളിച്ചോ ഇല്ലെന്ന് എനിക്കറിയാം. അതായത് നാൾ കുറേയായി. ഇന്നലെ വീണ്ടും വിളിച്ചു, ACP സാറേ ഞാൻ തന്ന പരാതിയിൽ എന്തെങ്കിലും നടപടി ഉണ്ടായോ? അത് ഞാൻ വിളിച്ചു പറഞ്ഞു, ആ കമൻറ്റ് കളഞ്ഞു. സാധാരണ അത്ര പ്രൊസീജിയർ ഉണ്ടാവാറുള്ളൂ. അത് ഈ പറയുന്ന ആൾക്കാർ നേരിട്ട് വന്ന് പരാതി നൽകണം. ഒരു കൊഗ്നൈസബിൾ ഒഫൻസിൻ്റെ ഇൻഫർമേഷൻ ഉണ്ടെങ്കിൽ FIR ഇടണമെന്ന് അറിയാത്ത ആളല്ല ഇവിടെ ഇരിക്കുന്ന തൃക്കാക്കര ACP എന്ന് പറഞ്ഞാൽ എനിക്കും പ്രിവിലേജ് ഉണ്ട്. എനിക്ക് ഇവിടെ ഒന്ന് തുറന്നു പറയാനുള്ള പ്രിവിലുള്ള ആളാണ് ഞാൻ. ഒന്നുമില്ലാത്തൊരു സാധാരണക്കാർ പോയി കഴിഞ്ഞാൽ ആ പരാതി എടുത്താണ് ഇങ്ങനെ ചുരുട്ടിക്കൂട്ടി അങ്ങോട്ട് എറിയും. അത് ഇനിയും ഉണ്ടാവും സോയ, അതിനപ്പുറം ഒന്നും പ്രതീക്ഷിക്കരുത്. ഇല്ല, അത്തരം വലിയ പ്രതീക്ഷയൊന്നും എനിക്കില്ല. പക്ഷേ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുണ്ടായ ഒരു മറുവശം ഞാൻ പറയാം. ഞാൻ ഈ വിഷയത്തിൻ്റെ എല്ലാ മെറിറ്റിനെയും അംഗീകരിക്കുന്നു. ഈ പറയുന്ന ഞാൻ ആദ്യത്തെ ഘട്ടത്തിൽ പറഞ്ഞു വെച്ച എല്ലാ വാദഗതികളെയും ഏറ്റവും പോസിറ്റീവായിട്ട് ഞാൻ കാണുന്നു. ഈ അറസ്റ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഏറ്റവും പോസിറ്റീവായിട്ട് മനസ്സിലാക്കുന്ന ഒരാൾ തന്നെയാണ് ഞാൻ. പക്ഷേ ഇത് വലിയ രീതിയിൽ ഇടതുപക്ഷ ഹാൻഡിലുകളിൽ നിന്ന് കേരളത്തിലെ മുഴുവൻ സ്ത്രീകളുടെയും രക്ഷകനായി പിണറായി വിജയനും കേരളത്തിലെ പോലീസും അവതരിക്കുന്നതായിട്ടൊക്കെയുള്ള വലിയ രീതിയിലുള്ള വാർത്തകൾ കാണുന്നുണ്ട്. അതൊട്ടും ആശ്വാസകരമായിട്ട് എനിക്ക് തോന്നിയില്ല. കാരണം കേരളത്തെ സംബന്ധിച്ച് കഴിഞ്ഞ 10 വർഷം ഒരുപാട് സ്ത്രീകളുടെ പേരുകൾ വളരെ കൃത്യമായി എടുത്തു പറയാൻ നമുക്കുണ്ട്. അത് രാഷ്ട്രീയമായി
സുരക്ഷിതമായി നിൽക്കുന്ന സ്ത്രീകളാവട്ടെ, പൊതുവിടത്തിൽ നിൽക്കുന്ന സ്ത്രീകളാവട്ടെ, പിന്നെ ഇപ്പം ഏറ്റവും ഒടുവിൽ നവീൻ ബാബുവിൻ്റെ ഭാര്യ മഞ്ജുഷ എന്ന് പറയുന്ന സ്ത്രീയെ പോലും ഇപ്പം ഇതിൽ പിന്നെ രഹസ്യമൊഴി രേഖപ്പെടുത്താനും മുഖ്യമന്ത്രിയെ നേരിട്ട് കാണാനും മുഖ്യമന്ത്രി വിളിക്കാനും ഒക്കെയുള്ള ത്വരിതമായ നടപടികളുണ്ടായി. പക്ഷേ അത്തരം ഒരു തരത്തിലുള്ള പ്രിവിലേജുകളും ഇത്ര പ്രമാദമായ കേസുകളിൽ പോലും സ്ത്രീകൾക്ക് ലഭിക്കുന്നില്ല എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അങ്ങോട്ട് പിന്നോട്ട് പോകുമ്പോൾ നമുക്ക് സിദ്ധാർത്ഥൻ്റെ കുടുംബത്തെ കാണാം, അല്ലെങ്കിൽ പെരിയ കേസിലെ അമ്മമാരെ കാണാം, ഒരുപാടൊന്നും KK രമയെ പോലെയുള്ള സ്ത്രീയെ കാണാം, മഹിജയെ പോലെയുള്ള ഒരു അമ്മയെ കാണാം. ഇതൊക്കെ ഈ കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ സംഭവിച്ച കാര്യങ്ങളാണ്. അപ്പോൾ അക്കാര്യത്തിലൊന്നും എനിക്ക് യാതൊരു പിന്നെ ഒരു പോസിറ്റിവിറ്റിയും എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. കാരണം പോലീസിനെ സംബന്ധിച്ചിപ്പം ആലുവയിൽ ഒരു കേസ് പോലും മോഫിയ പർവീൻ എന്ന് പറയുന്ന ഒരു പെൺകുട്ടി ഗാർഹിക പീഡനവുമായി ബന്ധപ്പെട്ട് പോലീസ് സ്റ്റേഷനിൽ ചെന്നപ്പോൾ ആ പെൺകുട്ടിയെ വലിയ രീതിയിൽ ഡിസപ്പോയിന്റഡ് ആക്കുകയും ആ പെൺകുട്ടി ആത്മഹത്യ ചെയ്യേണ്ടി വരികയും ചെയ്തൊരു ഗതികേട് നമ്മൾ കണ്ടതാണ്. അപ്പോൾ അത്തരത്തിലൊക്കെയുള്ള സാഹചര്യമുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം പോലും ഒരു പിന്നെ ഒരു പ്രധാനപ്പെട്ട ഒരാൾ എൻ്റെ അടുത്ത് പറയുകയാണ്, അവർക്ക് അവരുടെ പേരും നമ്പറും വെച്ച് ഒരു മോശപ്പെട്ട വാട്സപ്പ് ഗ്രൂപ്പിൽ, അതായത് ഏറ്റവും പിന്നെ മോശപ്പെട്ടതായെന്ന് പറയുന്നത് പിന്നെ ശരീരത്തെ ഒരു കമ്മോഡിറ്റിയായി തന്നെ ഉപയോഗിക്കണം എന്ന് പറയുന്ന ഒരു കൂട്ടം പെർവേർട്ടുകളായിട്ടുള്ള പുരുഷന്മാരുടെ ഒരു ഗ്രൂപ്പിലേക്ക് ഈ സ്ത്രീയുടെ പേരും നമ്പറും വെച്ചിട്ട് ഇടുകയാണ്. അപ്പോൾ സ്ഥിരമായി രാത്രിയിൽ പിന്നെ ഈ നമ്പർ ഇട്ട ഉടനെ നിരന്തരമായ കോളുകൾ വരുന്നു. അവർ പറയുന്ന വാക്കുകളും വർത്തമാനങ്ങളും സഹിക്കാൻ കഴിയുന്ന ഒന്നല്ല. അപ്പോൾ എന്താണെന്ന് ആദ്യം മനസ്സിലാകുന്നില്ല. പിന്നീട് ഇത് തിരിച്ചറിയുകയും പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കുകയും ചെയ്യുമ്പോൾ പോലീസ് പറയുന്നത്, ഇതുകൊണ്ട് ഞങ്ങൾക്ക് എങ്ങനെ പിടിക്കാനാണ്? നിങ്ങൾ അവരെ വിളിക്കണം, നിങ്ങൾ അവരുടെ ഫോൺ നമ്പർ എടുക്കണം, നിങ്ങൾ അവർ പറയുന്നത് കേൾക്കണം, നിങ്ങൾ അവരെ വിളിച്ചൊരു സ്ഥലത്തേക്ക് വരുത്തണം. ഇതാണ് പോലീസ് പറഞ്ഞു വെക്കുന്ന ന്യായം എന്ന് അവരെന്നോട് പറഞ്ഞു. ഞാൻ വ്യക്തിപരമായി പറയണം എന്ന് പറഞ്ഞാൽ പോലീസ് വിളിച്ച് ചോദിക്കുകയാണ് നമുക്കെതിരെ അല്ലെങ്കിൽ നമ്പർ എടുത്തതാ പോലീസ് ചെയ്യേണ്ട പണിയാട്ടോ, നമ്മൾ എടുത്തു കൊടുക്കുക. ഓക്കെ, ഞാൻ തിരികെ അങ്ങോട്ട് ചെറിയ വേണം. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, അതങ്ങനെയാണ്. എല്ലാ കാലം ഒരാൾ ജയിലിൽ കിടക്കണമെന്ന് ആഗ്രഹിക്കുന്നതും അല്ലെങ്കിൽ ജാമ്യം കിട്ടരുത് എന്നൊന്നും ആഗ്രഹിക്കുന്നതൊക്കെ നിയമവിരുദ്ധമാണ്, ശരിയുമല്ല. പക്ഷേ പറഞ്ഞ വൃത്തികേടുകൾ എന്താണെന്ന് മനസ്സിലാക്കാനും ഇനി അത് ആവർത്തിക്കാതിരിക്കാനും ആ ജയിൽവാസം ഉപയോഗപ്പെടുമെങ്കിൽ അതേ മനോഭാവമുള്ളവർക്ക് ഇനിയും വൈകൃത കമൻറ്റുകൾ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യാൻ ഒന്ന് ഭയപ്പെടുത്തുമെങ്കിൽ ഒരിക്കൽ കൂടി പറയുന്നു, ആ തടവറവാസം നല്ലതാണ്. എൻകൗണ്ടർ പൂർണ്ണമാകുന്നു. ഗുഡ് നൈറ്റ്.